أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا ومولانا محمد خاتم الأنبياء ومعلم البشرية من لدن حكيم وعلى آله الطيبين الطاهرين وأصحابه أجمعين. വേദിയിലുപേക്ഷരായ ആദരണീയരായ ഉസ്താദുമാരെ, പണ്ഡിത ശ്രേഷ്ഠരെ, മഹൽ വ്യക്തിത്വങ്ങളെ, സദസ്സിലെ ഹൃദയരായ സഹോദരന്മാരെ, സഹോദരികൾ, ഇവിടെ ഈ പരിപാടി 1-2 ദിവസമായിട്ട് ഇവിടെ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഇന്നതിൻ്റെ സമാപനമാണ്. സമാപന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഉദ്ഘാടനത്തോടുകൂടി ആരംഭിച്ച ഈ പരിപാടി ഇനി ഹമീദ് ഫൈസി അമ്പലക്കടവ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തോടുകൂടി ഏതാണ്ട് അവസാനിക്കാൻ പോകും. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ചു നേരം നിങ്ങളോട് വർത്താനം പറയാം. ഞാൻ പ്രസംഗിക്കുകയൊന്നും ചെയ്യില്ല, ഞാൻ വർത്താനം പറയാം. അതും മലപ്പുറം ജില്ലയിലെ ഭാഷയിൽ. മലപ്പുറം ജില്ലയിലെ ഭാഷയാണ് വർത്താനം പറയാൻ ഏറ്റവും നല്ല ഭാഷ. കാരണം വേഗം പറഞ്ഞു തീർക്കാൻ പറ്റും. മറ്റ് ജില്ലകളിലൊക്കെ കുറച്ച് നീട്ടും, മലപ്പുറം ജില്ലയിൽ എളുപ്പം പറഞ്ഞു തീർക്കാൻ പറ്റും. അപ്പോൾ സംസാര ഭാഷ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും നല്ല ഭാഷ. ഞാൻ പാലക്കാട് ജില്ലക്കാരനാണ്, പക്ഷേ മലപ്പുറം ജില്ലയിലെ അതിർത്തിയിലും ഇടപാടൊക്കെ മലപ്പുറം ജില്ലയിലായതുകൊണ്ട് മലപ്പുറം ജില്ലയിലെ ഭാഷയിൽ നിങ്ങളോട് കുറച്ചു നേരം വർത്താനം പറയാൻ ചെയ്യുന്നത്. പ്രസംഗിക്കണമൊന്നുമില്ല, ഞാൻ അങ്ങനെ പ്രസംഗിക്കലില്ല. മലപ്പുറം ജില്ലയിലെ ഭാഷയെ പറ്റി പറയുമ്പോൾ മുമ്പ് എളുപ്പം തീരുന്ന അതിൻ്റെ പ്രത്യേകത ഞാൻ പറയുന്നത്. ഞാൻ മുമ്പ് ഒരിക്കൽ ഒരു തമാശ പറയാം. ഒരു ചങ്ങായി ചുറ്റുഭാഗത്തുനിന്ന് വന്നുകൊണ്ട് ഒരു പെണ്ണിനെ പ്രേമിച്ചു. നമ്മളെ പ്രദേശത്ത് വന്നിട്ടൊരു പെണ്ണിനെ പ്രേമിച്ചു. അപ്പോൾ ഓളോടും പറഞ്ഞു, നീ എനിക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ ഹൃദയമാണ്, എൻ്റെ ആത്മാവിൻ്റെ ആത്മാവാണ്, എൻ്റെ ജീവൻ്റെ ജീവനാണ് കുറേ നേരം പറഞ്ഞു. ഓള അവസാനം പറഞ്ഞ് ചിജുന്ന് കഴിഞ്ഞു. ഓൻ പറഞ്ഞു ഒക്കെയുള്ള മറുപടി ചിജുന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഈ മലപ്പുറം ജില്ലയിലെ ഭാഷയെ നിങ്ങളോട് കുറച്ചു നേരം വർത്താനം പറയുക. എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള വിഷയം തസവൂഫാണ്. അത് ഒരർത്ഥത്തിൽ വളരെ ഗഹനമായ വിഷയമാണ്. ആ ഗഹനമായ തലത്തിലേക്കൊന്നും ഞാൻ പോണില്ല. ആദ്യമായി നമ്മുടെ കാലഘട്ടത്തിൽ നമ്മളെ പറ്റി തന്നെ ആത്മപരിശോധന നടത്തുന്ന രീതിയിലുള്ള ചില സംസാരമാണ് ഈ നടത്തുന്നത്. മുമ്പ് കാലത്ത് ഞാനൊക്കെ കുട്ടിയുന്ന കാലത്തെ എൻ്റെ ഉമ്മ വീട്ടിൽ ഉറുമ്പൊക്കെ വന്നാൽ, വീട്ടിലിങ്ങനെ ഉറുമ്പ് വല്ലാതെ അരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ പള്ളിക്കൾക്ക് തീപ്പെട്ടി വാങ്ങി കൊടുക്കാൻ നേർച്ചയാക്കും. തീപ്പെട്ടി വാങ്ങി കൊടുക്കാൻ നേർച്ചയാക്കിയ ഉറുമ്പാണ് പോവുകയും ചെയ്യും. വീട്ടോടു കൂടെയൊക്കെ പാമ്പ് വന്നാൽ പാമ്പ് പോകാൻ വേണ്ടി റിഫായ് ഷെയ്ഖിൻ്റെ പേരിലൊരു കോയിനാണ് നേർച്ചയാക്കും. കോയിനെ നേർച്ചയാക്കിയാൽ പാമ്പാണ് പോകും, പിന്നെ പാമ്പ് വരില്ല. ആരെയൊക്കെ ഈ ഉറുമ്പിനോട് പറഞ്ഞത്? അവിടെ ആ സ്ത്രീ പള്ളിക്കൽക്ക് തീപ്പെട്ടി വാങ്ങി കൊടുക്കാൻ നേർച്ചയാക്കിക്കണം, ഒളിഞ്ഞാണ് പോകണ്ടെന്ന്. ആരെയൊക്കെ പാമ്പിനോട് പറഞ്ഞത്? അവിടെ ആ സ്ത്രീ ഈ ഷെയ്ഖിന്റെ പേരിൽ കോയിനെ നേർച്ചയാക്കിക്കുന്നു, ഇനി അങ്ങോട്ട് പോകണ്ടെന്ന് ആരെയോ പറഞ്ഞത്? നേർച്ചയുടെ ശക്തി, നമ്മുടെ മനസ്സിൽ ആധ്യാത്മികത, നമ്മുടെ ആത്മീയതയുടെ ശക്തി അത്ര വലുതാണ്. അത് പ്രാണികളുടെ മേൽ, ഇഴജന്തുക്കളുടെ മേൽ, എല്ലാ ജീവികളുടെ മേലും അതിന് സ്വാധീനം ഉണ്ടാവും. അതാണ് ആധ്യാത്മികത, ആത്മീയത എന്നൊക്കെ പറഞ്ഞാൽ. ഇത് ഇപ്പം മാത്രമല്ല, ചരിത്രത്തിൽ എവിടെ നോക്കുകയാണെങ്കിലും കാണാൻ സാധിക്കും. ഉഖബത്ത് ബിൻ നാഫി എന്നവർ ആഫ്രിക്കയിൽ ഖൈറുവാൻ എന്ന പട്ടണം ഉണ്ടാക്കുകയാണ്. ആഫ്രിക്കയിൽ ഇന്നും ആ പേരിൽ അറിയപ്പെടുന്നു ഖൈറുവാൻ എന്ന പട്ടണം, ചരിത്രപ്രസിദ്ധമാണ്. ഈ ഖൈറുവാൻ എന്ന പട്ടണം ഉണ്ടാക്കാൻ ചെന്ന് നോക്കുമ്പോൾ അവിടെയൊക്കെ ഇഴജന്തുക്കളാണ്, സർപ്പങ്ങളാണ്, ഹിംസ്രജന്തുക്കളാണ്, വിഷജീവികളാണ്. അപ്പോൾ ഉഖബത്ത് ബിൻ നാഫി എന്നിവർ ചെന്നിട്ട് പറഞ്ഞു, എന്താ നിങ്ങൾ ഈ പ്രദേശത്ത് ഞങ്ങൾക്കൊരു പട്ടണം ഉണ്ടാക്കണം, അതുകൊണ്ട് ഇഴജന്തുക്കളെ, ഹിംസ്രജീവികളെ നിങ്ങളെല്ലാവരും ഒന്ന് മാറിത്തരണം. ഇത് പറഞ്ഞതോടുകൂടി ഇഴജന്തുക്കൾ, സർപ്പങ്ങളൊക്കെ അങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങാണ്. അതേപോലെ തന്നെ ഹിംസ്രജന്തുക്കൾ, കാട്ടുജന്തുക്കളൊക്കെ അങ്ങനെ നടന്നു പോവാ. എന്നിട്ട് അവിടെയാണ് ഖൈറുവാൻ എന്ന പട്ടണം ഉണ്ടാക്കിയത്. അപ്പം എന്താ കാരണം? ഇഴജന്തുക്കളോടും ജീവികളോടൊക്കെ പറഞ്ഞിരുന്നെന്താ? നിങ്ങളാണ് പോയി തരുമെന്ന് പറയാം. പോയി തരുമ്പോൾ പോവുക ചെയ്യണത്. അത്രയും സ്ഥിതി ഉണ്ടായത്. ഇന്നത്തെ കാലത്ത് പുതിയ നാഗരികതയിൽ ഇഴജന്തുക്കളെയും അതുപോലെ തന്നെ പ്രാണികളെയൊക്കെ എന്താ ചെയ്യുക? നമ്മൾ പോകാൻ പറഞ്ഞാൽ പോവില്ല, നേർച്ചയാക്കാൻ നമുക്ക് മനസ്സും വരില്ല. ഈ നേർച്ചയാക്കിയാൽ തന്നെ പോകുന്നതാവും. കാരണം നമ്മളെ മനസ്സിൻ്റെ ആഴത്തിന് വരണം നേർച്ച, അപ്പോഴേ അതിന് ഇഫക്റ്റ് ഉണ്ടാവുള്ളൂ.
അപ്പോൾ നമ്മൾ നേർച്ചയാക്കുന്ന സമയത്ത് ആ നേർച്ച കൊണ്ട് അതിന് ഇഫക്റ്റ് തന്നെ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഞാൻ എൻ്റെ അമ്മാനെ പറ്റി പറയാൻ കാരണം ഇപ്പോൾ കുറേ പ്രായമായി. അപ്പോൾ അതിൽ പിന്നെ ഈ ഇഴജന്തുക്കൾക്കെതിരെ അതുപോലെ തന്നെ പ്രാണികൾക്കൊക്കെ എതിരെ പാമ്പ് വരാതെക്കാൻ വേണ്ടിയിട്ടൊക്കെ നേർച്ചയാക്കുമ്പോൾ പാമ്പൊക്കെ പോണ സ്ഥിതി ഉണ്ടായില്ലേ, അതാണ് നേർച്ചയുടെ ശക്തി, അതാണ് ആത്മീയതയുടെ ശക്തി, അതാണ് തസവ്വുഫ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രം. എന്താണ് ഈ ആത്മീയത എന്ന് പറഞ്ഞാൽ, എന്താണ് തസവ്വുഫ് എന്ന് പറഞ്ഞാൽ, ഏറ്റവും അടിസ്ഥാനപരമായി ഇത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പോഷക സംഘടനയായിട്ടുള്ള SKSSന്റെ SYSന്റെ ഒക്കെ പരിപാടിയാണ്. ഇതിന്റെ നേതാക്കന്മാരെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ തുടക്കം മുതൽക്ക് തന്നെ തസവ്വുഫിന്റെ നിലയിൽ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ നോക്കി ഇവിടുത്തെ ഇതര പ്രസ്ഥാനങ്ങളുടെ ചരിത്രവും അതുപോലെ തന്നെ സമസ്തയുടെ ചരിത്രവും രണ്ടൊന്ന് താരതമ്യപ്പെടുത്തി നോക്കി. സമസ്തയുടെ ഉസ്താദ് പ്രസംഗിച്ചു പറയുണ്ടായി, സമസ്തയുടെ പിന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത് ആരെന്നായിരിക്കണം, അതിന്റെ സ്രോതസ് ഏതായിരിക്കണം. ഒരു സംഗതി നമ്മളോട് ഒരു വാർത്ത ഒരാൾ വന്നിട്ട് പറഞ്ഞാൽ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആരേത് പറഞ്ഞത് ചോദിക്കണം അല്ലേ. എന്തെങ്കിലും ഒരു കാര്യം എന്നാൾ മരിച്ചു അല്ലെങ്കിൽ ഇന്നത് സംഭവിച്ചു എന്നത് പറഞ്ഞാൽ ആരേത് പറഞ്ഞതെന്ന് ചോദിച്ചു. എന്നാൽ ആരേത് പറഞ്ഞത് ചോദിക്കണം, എന്തിനാ ആരെ പറഞ്ഞത് എന്ന് അതിന്റെ സ്രോതസ് സത്യസന്ധമാണെങ്കിലേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ആരെ പറഞ്ഞതെന്ന് ചോദിക്കണത്. അപ്പോൾ നമുക്ക് ഇസ്ലാം ദീനിലെ ഒരു കാര്യം നമുക്ക് ഉൾക്കൊള്ളുകയും ചെയ്യണമെങ്കിൽ ആരെ പറഞ്ഞു എന്നുള്ളതൊരു വിഷയമാണ്. ആരെ പറഞ്ഞു എന്നുള്ളതൊരു വിഷയമല്ലേ. അതാണ് ഇവിടെ ഉസ്താദിന്റെ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. പിന്നെ ഉസ്താദിയത്ത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ചരിത്രം നമ്മളിങ്ങനെ പിന്നോട്ട് നോക്കിയാൽ സമസ്തയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാർ ഉസ്താദാരെന്ന് വെച്ചാൽ ഷംസുൽ ഉലമ മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ ഉസ്താദാരെന്ന് വെച്ചാൽ കണ്ണീർക്കാവ് മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ ഉസ്താദാരെന്ന് വെച്ചാൽ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ ഉസ്താദാരെന്ന് വെച്ചാൽ ചാലകത്തൂർ ജയമറാജി, അദ്ദേഹത്തിന്റെ ഉസ്താദാരെന്ന് വെച്ചാൽ വളപ്പിൽ അബ്ദുൽ ലത്തീഫ് മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ ഉസ്താദ് അങ്ങനെ പിന്നോട്ട് നമുക്ക് അങ്ങനെ എണ്ണി പോകാൻ സാധിക്കും. എണ്ണീറ്റ് എടുക്കാൻ എത്തുന്നത് പിന്നെ നേരെ മഖ്ദൂമികളെടുത്ത് എത്തും. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമി രണ്ടാമൻ, അദ്ദേഹത്തിന്റെ ഉസ്താദാരെന്ന് വെച്ചാൽ ഇബ്നു ഹജറുൽ ഹൈതമി, അദ്ദേഹത്തിന്റെ ഉസ്താദാരെന്ന് വെച്ചാൽ ഷെയ്ഖ് സക്കരിയ അൽ അൻസാരി, അദ്ദേഹത്തിന്റെ ഉസ്താദാരാന്ന് വെച്ചാൽ പിന്നോട്ട് അങ്ങനെ എണ്ണി പോയിട്ടുണ്ടെങ്കിൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയിലേക്ക് എത്തിച്ചേരും. ഇമാം ഷാഫിയുടെ ഉസ്താദാരാന്ന് വെച്ചാലോ ഇമാം മാലിക് എന്നവര്, ഇമാം മാലിക്കിന്റെ ഉസ്താദാരെന്ന് വെച്ചാലോ ഇമാം നാഫി എന്നവര്, ഇമാം നാഫി എന്നവരുടെ ഉസ്താദാരെന്ന് വെച്ചാലോ അബ്ദുല്ലാഹി ഇബ്നു റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു റളിയല്ലാഹു അൻഹു ഉസ്താദാരെന്ന് വെച്ചാലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമിന്റെ പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹു ആണോ. അപ്പോൾ അള്ളാഹുവിൽ നിന്ന് ഇങ്ങനെ എണ്ണിപ്പോരാ നമുക്ക്. ജിബ്രീൽ റസൂല് തുടങ്ങിയിട്ട് പിന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തുടങ്ങി അങ്ങനെ എണ്ണി പോന്നിട്ട് നമ്മളൊക്കെ കണ്ടെത്തും. ഇവിടെ പിന്നെ പ്രസംഗിക്കാൻ ഇവിടെ ഇരിക്കുന്ന ഉസ്താദുമാരുടെയൊക്കെ ഉസ്താദിയത്തെ നമ്മൾ പരിശോധിച്ചാൽ അതിന് രേഖ ഉണ്ട്, അതിന് ലിങ്ക് ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിലേക്ക് എത്തിച്ചേരുന്ന കണ്ണിയുണ്ട്. ഇനി ബാക്കിയുള്ള പ്രസ്ഥാനങ്ങളെ പറ്റി നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ കുറേ ചെറുക്കന്മാരൊക്കെ ഇവിടേക്കൊക്കെ പോയി ഇവിടെ സൂചിപ്പിക്കണ്ടായല്ലോ, യമനിലേക്ക് അങ്ങോട്ട് പോയിക്കാം. നമ്മളെ പഴയ ഉസ്താദുമാരൊക്കെ യമനിൽ നിന്ന് ഇങ്ങോട്ട് പോയിക്കാം അല്ലേ, യമനിൽ ഇങ്ങോട്ട് പോയിക്കല്ലേ. പിന്നെ
അപ്പോൾ സമസ്തയുടെ നേതാക്കന്മാര് സമസ്തയുടെ ചരിത്രത്തിൽ നമ്മൾ പരിശോധിക്കുന്ന സമയത്തുണ്ടോ യമനിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നു നമ്മൾ നേതാക്കന്മാരൊക്കെ മമ്പുറം തങ്ങൾ ഇവിടുന്ന് യമനിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. പിന്നെ ശംസുലമായി മുസ്ലിയാരുടെ കുടുംബം യമനിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. പാണക്കാട് ശിഹാബ് പാണക്കാട് തങ്ങന്മാരുടെ കുടുംബം യമനിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ കേരളത്തിലേക്ക് ഇങ്ങോട്ട് പോരുക ഓരൊക്കെ ചെയ്തത്. എന്നിട്ട് ഇവിടുന്ന് കുറേ ചെറുക്കന്മാർ കൂട്ടിയിട്ട് യമനിലെ അവസാനം വെച്ചിട്ട് അങ്ങോട്ട് പോകും. ചെന്ന് നോക്കുമ്പോൾ അവിടെ റൂട്ടികളും മുഖപ്പാടും വീടിയും പടിയാണ്. അപ്പൊ അതുകൊണ്ട് എന്താ അവിടെ പോയിട്ട് കാര്യം? അതിന് കാരണം എന്താ വെച്ചാൽ യഥാർത്ഥത്തിൽ ഈ ആത്മീയത ഇസ്ലാമിന്റെ ആത്മീയത ഇവിടെ തെരഞ്ഞെടുക്കാത്തതുകൊണ്ടല്ലേ, ഇവിടെ ഒന്ന് പരിശോധിച്ച് നോക്കാത്തതുകൊണ്ടല്ലേ. നമ്മളെപ്പോഴും മാർക്കറ്റിൽ നമ്മൾ പീടിക കച്ചവടക്കാർക്ക് പരിചയമുള്ളതാണല്ലോ. കച്ചവടപ്പീടിയിൽ പിന്നെ സാധനങ്ങൾ നമ്മൾ വാങ്ങണ സമയത്ത് ആദ്യം ഒന്ന് നോക്കും മാർക്കറ്റിലുണ്ടോ, നമ്മളെ പീടിക സ്റ്റോക്ക് ഉണ്ടോ നോക്കും. നമ്മുടെ കടയിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ പിന്നെ പുറത്തുനിന്ന് വാങ്ങുമല്ലോ. അപ്പൊ ഏത് കച്ചവടക്കാരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് സ്റ്റോക്ക് ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുക. അപ്പൊ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ പിന്നെ കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഇവിടെ പരിശോധിച്ച് നോക്കിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം മുതൽക്ക് തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ദീനുൽ ഇസ്ലാമിനെ തുടർച്ച ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. പിന്നെ എന്തിനാ പാകിസ്ഥാനിൽ നിന്ന് കൊണ്ടുവരാൻ നോക്കുന്നത്? പിന്നെ എന്തിനാണ് നജിദിൽ നിന്ന് കൊണ്ടുവരാൻ നോക്കുന്നത്? പിന്നെ വേറൊന്നും കൊണ്ടുവരാൻ നോക്കേണ്ട ആവശ്യമല്ലോ. ഇവിടെ തന്നെ ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്. ആ ഇസ്ലാം വളരെ പരിശുദ്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽക്ക് തന്നെ അതിന്റെ തൊട്ടടുത്ത് മാടായിപ്പള്ളി ഇതൊക്കെ പരിചയമുള്ള ഈ കാലം ചരിത്രം അവിടെയൊക്കെ തെരഞ്ഞെടുക്കാൻ കിട്ടും. റസൂലുള്ളാഹിന്റെ കാലഘട്ടം മുതൽക്ക് തന്നെ ഇസ്ലാം നമ്മുടെ കേരളത്തിൽ വന്നിട്ടുണ്ടെന്നുള്ളതിന് എമ്പാടും തെളിവുകൾ. അപ്പൊ അതുകൊണ്ട് ആ കാലഘട്ടം മുതൽക്ക് തന്നെയുള്ള ദീനുൽ ഇസ്ലാം ഒരു കുഴപ്പവും പറ്റാതെ ഇവിടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പരമ്പരാഗതമായ ഉലമാക്കളിലൂടെ കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിൽ വെച്ച് തന്നിട്ടുണ്ട്. അപ്പൊ അത് നോക്കാതെ അത് അന്വേഷിക്കും പരിശോധിക്കുകയും ചെയ്യാതെ പിന്നെ യമനിൽ പോയാൽ എന്താ, യമനിൽ പോയിട്ട് അവിടെ എന്താ ഉണ്ടാവുക? എന്നിട്ട് അവിടെ പോയി ആട് നോക്കിയാണ് നടക്കാൻ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആലോചിച്ച് നോക്കി, യഥാർത്ഥത്തിൽ ഇത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. യഥാർത്ഥ തസവ്വുഫ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലനെ അറിയല, അള്ളാഹിനെ അറിയല. ദീനിന്റെ ഒന്നാമത്തെ തുടക്കം തന്നെ അള്ളാഹിനെ പറ്റിയുള്ള അറിയല. അതാണ് അവിടെയാണ് നമ്മൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത്. അവ്വലുദ്ദീനി മഅരിഫത്തുഹു വകമാലു മഅരിഫത്തിഹി തൗഹീദുഹു وكمال معرفته التصديق به وكمال التصديق به توحيده وكمال توحيده الإخلاص له എന്ന അവ്വലു ദീനി മഅരിഫത്തുഹു ദീനിന്റെ ഒന്നാമത്തെ പാഠം അള്ളാഹിനെ അറിയലാണ്. ഒന്നാമത്തെ പാഠം അള്ളാഹിനെ അറിയാം. അള്ളാഹിനെ അറിയാന്ന് പറഞ്ഞാൽ തസ്ദീഖ് ബിഹി അള്ളാഹുവിൽ നല്ല വിശ്വാസം ഉണ്ടാവുക. നല്ല വിശ്വാസം ഉണ്ടാക്കാൻ തൗഹീദുഹു അള്ളാഹുവിന്റെ ഏകത്വം മനസ്സിലാക്കിയിട്ട് ഉൾക്കൊള്ളുക, അത് വിശ്വസിക്കുക. യഥാർത്ഥ തൗഹീദ് എന്ന് പറഞ്ഞാൽ കാരണം ഇഖ്ലാസുഹു അള്ളാഹുവിന് മാത്രമാകുക, നമ്മൾ അള്ളാഹുക്ക് മാത്രമായിത്തീരുക. അതാണ് യഥാർത്ഥത്തിൽ തസവ്വുഫ് എന്ന് പറഞ്ഞാൽ. പടച്ചോനെ ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹിനെ നേരെ മനസ്സിലാക്കണമെങ്കിൽ സ്രോതസ് എന്ന് മനസ്സിലാക്കുക, ഖുർആനിൽ മനസ്സിലാക്കുക, ഉലമാക്കന്മാരിൽ നിന്ന് മനസ്സിലാക്കുക, തസവ്വുഫിന്റെ ശൈഖുമാരുടെ മക്കളിൽ നിന്ന് മനസ്സിലാക്കാതെ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ പക്ഷെ ഇവർ ചെയ്യണം എന്താ വെച്ചാൽ ഇവർ സ്വന്തമായിട്ടുള്ള ഇജ്തിഹാദിന് അവസരം ഉണ്ടാക്കി കൊടുത്തു. നിങ്ങൾക്ക് തോന്നിയ മാതിരി ആലോചിച്ചോളി, ഖുർആനും സുന്നത്തും നിങ്ങൾക്ക് തോന്നിയ മാതിരി ആലോചിച്ചോളി. ഓരോരുത്തരും അവനാന് തോന്നിയ മാതിരി അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അതിന് വലിയ താക്കീത് നൽകിയിട്ടുണ്ട്. മൻ ഖാല ഫിൽ ഖുർആനി അലാ റയ്യിഹി ഫല്യതബവ്വ മഖഅദഹു മിനൻ നാരി. സ്വന്തം അഭിപ്രായം അനുസരിച്ച് ഖുർആൻ വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിൽ നരകത്തിൽ ഒരു ഇരിപ്പിടം ഒരുക്കിക്കൊള്ളട്ടെ. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഖുർആൻ മനസ്സിലാക്കി ഖുർആൻ ക്ലാസ്സൊക്കെ എടുക്കാൻ തുടങ്ങി. അറബി ഭാഷ പഠിച്ചുകൊണ്ട് അറബി ഭാഷയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ നേതാവ് അബ്ദുല്ലാ മൗദൂദി പറഞ്ഞത് ഖുർആന്റെ തഫ്സീർ ഖുർആനിക്ക് തഫ്സീർ കേലിയേക്ക് പ്രൊഫസർ കാഫിയേന. ഖുർആന്റെ തഫ്സീർ എന്ന തഫ്സീറിന്റെ ഗ്രന്ഥങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, ഒരു പ്രൊഫസർ മതി വ്യാഖ്യാനിക്കാനാണ്. ഞാൻ എൻ്റെ പൂർവികമായിട്ടുള്ള തഫ്സീറൊന്നുമല്ല, ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത്. അപ്പോൾ തന്നെ സ്വന്തം അഭിപ്രായം അനുസരിച്ച് നമുക്കെന്താ ഖുർആൻ നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന വെച്ചാൽ അതിനെ മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കണതിന് ശരി എന്നുള്ള ഒരു സ്വാതന്ത്ര്യം വെച്ചു കൊടുക്കുക എല്ലാവരും ഖുർആനിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ ഇംഗ്ലീഷ് സാഹിത്യം പഠിപ്പിക്കുന്ന ആളാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് അത് ഓർമ്മ വരുന്നത്. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ സ്ട്രക്ചറലിസം എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്, പിന്നെ ഡീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. രണ്ട് സിദ്ധാന്തങ്ങൾ പഠിപ്പിക്കലുണ്ട്. സ്ട്രക്ചറലിസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സംഗതി പറയുമ്പോൾ ഇതിലൊരു ഘടന ഉണ്ടാവും, ഒരു വാക്ക് പറഞ്ഞാൽ അതിനൊരു അർത്ഥം ഉണ്ടാവും, ആ അർത്ഥത്തിനൊരു അർത്ഥം ഉണ്ടാവും. അത് മനസ്സിലാക്കലാണ് സ്ട്രക്ചറലിസം എന്ന് പറഞ്ഞാൽ. ഈ ഡീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാകുന്ന വെച്ചാൽ അതിൻ്റെ ശരിയാണ്. ഇന്നത്തെ കാലത്ത് ഉയർന്നു നിൽക്കുന്നത് സ്ട്രക്ചറലിസം അല്ല, സ്ട്രക്ചറലിസം പോയിങ്ങാണ്ട് ഡീകൺസ്ട്രക്ഷനാണ്. യാതൊരു കുട്ടിക്ക് പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കലുണ്ട് ഈ ഡീകൺസ്ട്രക്ഷൻ്റെ തകരാറ്, സ്ട്രക്ചറലിസം പോയിങ്ങാണ്ട് ഡീകൺസ്ട്രക്ഷൻ വന്നതിൻ്റെ തകരാറ് ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട്. ഒരാൾ ആശുപത്രിയിൽ പോയി ഒരു രോഗിയെ കാണാൻ വേണ്ടി, ആശുപത്രിക്ക് തന്നെ പോണ സമയത്ത് ഇപ്പോൾ സിഗരറ്റ് കഴിക്കുന്നതാണ്. അപ്പോൾ സിഗരറ്റ് ഇങ്ങനെ വലിച്ചുകൊണ്ട് ചെല്ലുക. അപ്പോൾ സെക്യൂരിറ്റി വൈക്കെന്ന് പറഞ്ഞു ഇവിടെ സിഗരറ്റ് കഴിക്കാൻ പാടില്ല. അപ്പോൾ സിഗരറ്റ് കഴിക്കാൻ പാടില്ല എന്നപ്പോൾ അത് കെട്ടി കൈ പിടിച്ചു. എന്നിട്ട് പിന്നെ കയറി പോവുകയാണ്. കയറി പോയിട്ട് റൂമിൻ്റെ അടുത്ത് കയറ്റുന്ന സമയത്ത് റൂമിലേക്ക് ഇങ്ങനെ കയറുന്ന സമയത്ത് വാതിൽമേൽ എഴുതിക്കണം വലിക്കുകയാണ്. മൂപ്പര് വേഗം കൊടുത്തിങ്ങോട്ട് വെച്ചാൻ തുടങ്ങി.
അപ്പൊ മറ്റൊരു വന്നിട്ട് പറഞ്ഞു, നേഴ്സ് വന്നിട്ട് പറഞ്ഞു, ഇവിടെ വയ്ക്കാൻ പാടില്ല, വെച്ചാൻ പാടില്ല, ആദ്യമായി വഹിക്കുവാന്ന് എഴുതിയാണ്, പിന്നെ വഹിക്കാൻ പാടില്ല. അപ്പൊ എന്താ നമുക്ക് മനസ്സിലാവണേന്നെ ശരി, ഓനിപ്പോ അതാണ് ശരിക്കും മനസ്സിലാക്കുക, ഓന് വെച്ചിട്ടുണ്ടേ. അപ്പൊ അതുകൊണ്ട് അതേപോലത്തെ ഖുർആൻ വ്യാഖ്യാനം നടത്തുന്നത് ഖുർആന്റെ ഒരു ആയത്ത് വായിച്ചുകൊണ്ട് ആ ആയത്ത് ഓനെന്താ തിരിച്ചാൽ അതിന്റെ ശരി അങ്ങനെ പഠിപ്പിക്കുന്ന രീതിയിൽ ഗവേഷണം നടത്താൻ തുടങ്ങി. അപ്പൊ പിന്നെ ഓരോന്നും യഥാർത്ഥത്തിൽ ഖുർആൻ മനസ്സിലാക്കേണ്ടത് പൂർവികമായിട്ടുള്ള തഫ്സീറുകളുടെ അടിസ്ഥാനത്തിലാണ്. ഇസ്ലാമിന്റെ നിയമങ്ങൾ മനസ്സിലാക്കേണ്ടത് മദ്ഹബിന്റെ ഇമാമുകളുടെ ഫിഖ് ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ജിഹാദിനെ പറ്റി മനസ്സിലാക്കേണ്ടത് ഇവിടുന്ന് ഖുർആനിൽ നോക്കിയാണ് അങ്ങനെ മനസ്സിലാക്കല്ല. ഖുർആനിലെ ജിഹാദിനെ ഏത് കാലഘട്ടത്തിൽ എന്ന് എവിടെ എങ്ങനെയൊക്കെ ജിഹാദ് എന്നുള്ള കാര്യം വിശദമായി അത് തഫ്സീറുകൾ വിശദീകരിച്ചു തന്നിട്ടുണ്ട്, അത് മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ എന്താണ് ജിഹാദ്, എപ്പോൾ ചെയ്യേണ്ടതാണ്, ഏത് ജിഹാദ് എവിടെ ചെയ്യേണ്ടതാണ്, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ വിശദമായി ഫിഖിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. അപ്പൊ ഫിഖ് ഗ്രന്ഥവും തള്ളി തഫ്സീറും തള്ളി. പിന്നെന്താ അവനാൻ തോന്നിയ മാതിരി ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി. അപ്പൊ കുറെ ചെറുക്കന്മാർക്ക് ആലോചിച്ചപ്പോ ഖുർആനിൽ ഇങ്ങനെ നോക്കിയപ്പോൾ മനസ്സിലാകുന്നത് എന്താണ്, ഇപ്പൊ നമ്മളിങ്ങനെ നിന്നാൽ പോലെ അവിടെ നിൽക്കാൻ പാടില്ല, ഹിജ്റ പോകണം. ഹിജ്റ പോകണമെന്ന് മനസ്സിലായി ഒരിക്കലും. കാരണം ഖുർആനിലുണ്ട് ഹിജ്റനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഖുർആനിൽ ഹിജ്റ പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ മരിക്കുന്ന സമയത്ത് മലക്കുകൾ ചോദിക്കും, വൈദ്യത്തവഫാവുൽ മലായികത്തു വാലിനി അൻഫുസിഹിം, സ്വന്തം ആത്മാക്കളോട് ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മലക്കുകൾ മരിപ്പിക്കുന്ന ആൾക്കാരോട് മലക്കുകൾ ചോദിക്കും, ഭീമ കുന്തും എന്തേ നിങ്ങളെ സ്ഥിതി ചോദിക്കും. അപ്പോൾ ഒരു പറയും, കുഞ്ഞാമസ്തുള്ള അധീനത്തില്ലാതെ ഞങ്ങൾ ഭൂമിയിൽ മർദ്ദിക്കപ്പെട്ട് അവശത അനുഭവിക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ മലക്കുകൾ ചോദിക്കും, അലന്തക്കും അറിവുമായി വാസിയാഹ തുഹാജുറുഫിഹ, അള്ളാന്റെ ഭൂമി വിശാലല്ലേ, നിങ്ങളെ ഹിജ്റയിൽ കൂടെ ഇതിലേന്ന്. അപ്പൊ ഇങ്ങനെയുള്ള ആയത്ത് എലിയായത്ത് എപ്പിറങ്ങി എന്തിനിറങ്ങി ഇത്തരം കാര്യങ്ങളൊന്നും നോക്കൂല. ഖുർആനിലാണ് നോക്കിയാണ് ഹിജ്റ പോകണമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് ഹിജ്റ പോകാൻ തുടങ്ങുക. അപ്പൊ യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ സ്ഥിതി, ഇന്ത്യയുടെ ഇന്ന് നിലനിൽക്കുന്ന ഈ സാഹചര്യം അതിന് അനുഗുണമാണോ എന്ന് ചിന്തിക്കണ്ടേ? അത് ചിന്തിക്കാൻ ആർക്കെ വയ്ക്കുക? അത് കുറച്ച് പഠിക്കും തന്നെയോ. ഖുർആനെ പറ്റി മനസ്സിലാക്കണം, അതുപോലത്തെ ഇന്ത്യ രാജ്യത്തെ പറ്റി മനസ്സിലാക്കണം. അതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള പണ്ഡിതന്മാർക്ക് മനസ്സിലാവും. ആ പണ്ഡിതന്മാരെ സമസ്തകരുടെ ജമീയത്തുൽ ഉലമയിലെ പണ്ഡിതന്മാർ അവർ ഖുർആനും ഹദീസൊക്കെ അതിന്റെ സ്രോതസ്സിൽ നിന്നും പൂർവികരുടെ തഫ്സീറുകളിൽ നിന്നും മനസ്സിലാക്കി. അതുപോലെ തന്നെ ജിഹാദിനെ പറ്റി ഫിഖ് ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കി. അതേപോലെ തന്നെ ഇന്ത്യ രാജ്യത്തിന്റെ അവസ്ഥ ഇവിടെ നിന്ന് മനസ്സിലാക്കി. അപ്പൊ ഇത് രണ്ടും തമ്മിൽ ഇങ്ങനെ ബന്ധിപ്പിച്ച് നോക്കുന്ന സമയത്ത് ഇവിടുന്ന് കൊടുക്കും ഇച്ചിറോണ്ട ആവശ്യമൊന്നുമില്ല, നല്ലൊരു ഭരണഘടന ഇവിടെ ഉണ്ട്. ഈ ഭരണഘടനയിലാണെങ്കിൽ എല്ലാവർക്കും പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട്. ആ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി കോടതി ഉണ്ട്, ഇവിടെ പാർലമെന്റ് ഉണ്ട്. അതിലൊക്കെ നമ്മൾ അതിനോടൊക്കെ കൂറ് പുലർത്തുന്നവരാണ്. അപ്പൊ ഇന്ത്യ രാജ്യത്ത് നിന്നുകൊണ്ട് തന്നെ കുഴപ്പമുണ്ടാക്കാത്ത രീതിയിലുള്ള പ്രവർത്തനം നടത്തുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ പാർലമെന്റ് ഉണ്ട്. അപ്പൊ പാർലമെന്റിലെ എം പിമാരൊക്കെ അതൊക്കെ നല്ലോണം എം പിമാർക്കൊക്കെ അത് നല്ല മുസ്ലിങ്ങൾക്ക് പ്രാതിനിധ്യമൊക്കെ ഉള്ള തരത്തിലുള്ള എം പിമാരൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കണം. അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കുക, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിക്കുക. ഇതൊക്കെ ചെയ്താൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. മുസ്ലിങ്ങൾ ഇവിടെ ഇസ്ലാമിക ഗവൺമെന്റ് ഒന്നും അല്ല ഇവിടെ ഉണ്ടാക്കാൻ നോക്കും വേണ്ട. ഒരു കൂട്ടക്കാർ അങ്ങനെ നോക്കിയപ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്കാർ വന്നതിന് വേണ്ടിയില്ല. ജമാഅത്ത് ഇസ്ലാമിക്കാർ വന്ന് ഇവിടെ ഹുക്കൂമത്തിലായി ഉണ്ടാക്കാൻ വന്നതാണ്. ഹുക്കൂമത്തിലായി ഉണ്ടാക്കാൻ വന്നിട്ടോ ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൊന്നും ചേരാൻ പാടില്ല. ഇവിടെ ഡെമോക്രസി ശരിയല്ല, സെക്യുലറിസം ശരിയല്ല, അതൊന്നും ശരിയല്ല, ഒക്കെ ഭരണഘടന എണ്ണി ശരിയല്ല, അതൊക്കെ തൗഹീദിനെതിരാണ്. അതുകൊണ്ട് നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഒറ്റക്ക് നിന്നാണ്ട് ഇവിടെ പ്രവർത്തിച്ചു കണ്ട് ഹുക്കൂമത്തെ ഇലാഹി ഉണ്ടാക്കണം എന്ന് പറഞ്ഞാണ്ട് വന്ന കൂട്ടക്കാരൻ ജമാഅത്ത് ഇസ്ലാമിക്കാർ. ഇപ്പം എന്തെന്ന് പോലെ ശരി ഒരു ഹുക്കൂമത്തെ ഇലാഹിയും വേണ്ട, ഒന്നും വേണ്ട. അപ്പൊ ഏറ്റവും വലിയ സെക്യുലറിസ്റ്റുകളായിട്ട് അമിത സെക്യുലറിസ്റ്റുകൾ, അൾട്രാ സെക്യുലറിസ്റ്റുകളായിട്ട് മാറുക ചെയ്യണത്. അപ്പൊ എന്താ അതൊന്നുമല്ല, നമുക്കൊരു ഗവൺമെന്റ് ഇസ്ലാമിക ഗവൺമെന്റ് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റിയ പോലെ. നമ്മൾ പൂർവികരാണ് പഠിച്ചത്. ഇന്ത്യ രാജ്യത്തെ എങ്ങനെയാണ്, കേരളത്തിൽ എങ്ങനെയാണ്, ഇന്ത്യയിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് പ്രവർത്തിക്കേണ്ടതെന്ന് ശരിക്കും മനസ്സിലാക്കി തന്നിരിക്കുന്നു ആര്? മഹദൂമിങ്ങളുടെ ഒരൊറ്റ നിലപാട് നമ്മൾ നോക്കിയാൽ മതി. ഈ നമ്മുടെ രാജ്യത്ത് സാമൂതിരി രാജ്യം ഭരിക്കുന്ന കാലഘട്ടത്തിൽ സാമൂതിരിപ്പാടിന്റെ ഭരണത്തിന്റെ പോർച്ചുഗീസുകാരുടെ അധിനിവേശം വന്നപ്പോൾ ആ അധിനിവേശ കാലഘട്ടത്തിൽ മഹദൂമികൾ ഗ്രന്ഥം എഴുതി മഹദൂമികൾ നിലപാട് പഠിപ്പിച്ചു തന്നു. സാമൂതിരി എന്ന മുസ്ലിം ഭരണാധികാരി, അദ്ദേഹം മുസ്ലിം ഭരണാധികാരിയല്ല, അത് അദ്ദേഹം ഹൈന്ദവനാണ്. അദ്ദേഹം ഉറച്ച ഹിന്ദുമത വിശ്വാസിയാണ്. അമ്പലത്തിൽ കൊടുങ്ങല്ലൂർ പ്രൊഫസർ മുജാഹിദീൻ എന്ന ഗ്രന്ഥത്തിൽ വിശദമായി പറയുന്നുണ്ട്. അദ്ദേഹം കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയി ദിവസങ്ങളോളം ധ്യാനിച്ചിരിക്കുന്ന നല്ല ഭക്തനായിട്ടുള്ള ഹിന്ദുവാണ് അദ്ദേഹം, രാജാവ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഭരണത്തിൽ അദ്ദേഹം മുസ്ലിമീങ്ങൾക്ക് കൊടുത്തിരുന്ന സ്ഥാനം എന്താ? പള്ളിക്കൽ ജുമാക്ക് പോകാത്തവരടക്കം ഗവൺമെന്റ് ശിക്ഷിക്കുമായിരുന്നു. അത്രത്തോളം പള്ളിക്കലും മദ്രസയിലൊക്കെ ശമ്പളം കൊടുത്തിരുന്ന ഗവൺമെന്റ് ആയിരുന്നു. അതേപോലെ മുസ്ലിമീങ്ങൾക്ക് നല്ല സ്വാതന്ത്ര്യം പ്രവർത്തിക്കാം. അത്തരം ഒരു ഗവൺമെന്റ് അവിടെ നിലനിൽക്കുമ്പോൾ
നോക്കുമ്പോൾ സൈനുദ്ദീൻ മഖ്ദൂം എഴുതിയത് എന്താണ്? പോർച്ചുഗീസുകാരുടെ അധിനിവേശം ഈ കേരളത്തിലേക്ക് ഉണ്ടായപ്പോഴേ സാമൂതിരി ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് പോർച്ചുഗീസുകാർ വന്നപ്പോൾ സാമൂതിരി ഗവൺമെന്റിനെ ഇവിടെ ഉറപ്പിച്ചു നിർത്താനും സംരക്ഷിച്ചു നിർത്താനും വേണ്ടിയിട്ട് ജിഹാദ് ചെയ്യുകയാണെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് സാമൂതിരിയുടെ ഗവൺമെന്റിനെ രക്ഷിക്കാൻ വേണ്ടി ജിഹാദ് ചെയ്താൽ ശരീരാവുന്ന സ്വർഗത്തിലേക്ക് പോകുന്ന സൈനുദ്ദീൻ മഖ്ദൂം പറഞ്ഞത്. ഇതിപ്പോ ഇസ്ലാമിക് ഗവൺമെന്റ് ആയിട്ട് നമുക്ക് ഇസ്ലാമിക് ഗവൺമെന്റ് ഉണ്ടായിക്കോടേണ്ട ആവശ്യമൊന്നുമില്ല, അകണോട്ടുണ്ടായിക്കോട്ടെ, നമുക്ക് അതിനനുസരിച്ചൊക്കെ നിൽക്കാം. പക്ഷെ ഇവിടെ ഇന്ത്യ രാജ്യത്തിന്റെ സ്ഥിതി എന്താ? ഇവിടെ ഇന്ത്യ രാജ്യത്തിന്റെ സ്ഥിതി എന്താണ്, കേരളത്തിന്റെ സ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ഇവിടെ എങ്ങനെ പ്രവർത്തിക്കണം, എന്തിന് നിലകൊള്ളണം, ഇത്തരം കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് ഈ സമസ്തയുടെ പണ്ഡിതന്മാർ അതനുസരിച്ച് നിൽക്കാൻ പറ്റാതെ പിന്നെ സ്വന്തമായിട്ട് ജിഹാദ് നടത്താൻ തുടങ്ങി. അപ്പൊ ഇവിടെ ആത്മീയത പോരാ തോന്നി. ആത്മീയതയ്ക്ക് എന്താ? അള്ളാഹിനെ മനസ്സിലാക്കലേ. ഞാൻ അതാണ് തുടക്കത്തിലേ പറഞ്ഞത്, അള്ളാഹുവിനെ മനസ്സിലാക്കലാണ് ആത്മീയതയുടെ ഏറ്റവും വലിയ അടിസ്ഥാനം. അള്ളാഹിനെ മനസ്സിലാക്കലിന് ഇപ്പൊ എന്താ? നമ്മളൊക്കെ തന്നെ നമ്മൾ ഈ കാര്യത്തിൽ നമ്മൾ കൂടുതൽ ജാഗ്രത ചിന്തയൊക്കെ വേണം. പടച്ചവനെ പറ്റിയുള്ള വിവരം വേണം. അള്ളാഹിനെ അറിയണം. അള്ളാഹിനെ അറിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട. അള്ളാഹിനെ അമ്മക്ക് തന്നെ എത്രത്തോളം ആരും നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ മുമ്പ് പിന്നെ ഇദ്ദേഹം എന്താ ഒരു അബുൽ ഹസൻ ഷിർഖാനി എന്ന പേരിൽ സൂഫി വരെയുണ്ട്, ഒരു ഷെയ്ഖ് അബുൽ ഹസൻ ഷിർഖാനി. അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു യാത്രാ സംഘം വന്നിട്ട് പറഞ്ഞു, ഞങ്ങളൊരു വഴിക്ക് പോവുകയാണ്, പോണ വഴിക്ക് അപകടം പിടിച്ച വഴിയാണ്, അവിടെ കൊള്ളക്കാരൊക്കെ ധാരാളമുള്ളതാണ്, അതുകൊണ്ട് കൊള്ളക്കാരെ ശരീരത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. അപ്പോൾ അബുൽ ഹസൻ ഷിർഖാനി പറഞ്ഞു, നിങ്ങൾ കൊള്ളക്കാർ വരുന്ന സമയത്ത് തന്നെയാണ് വിളിച്ചത് കൊണ്ടുപോകും. അങ്ങനെ യാത്രാ സംഘം പോയി. പോണ വഴിക്ക് അഭിപ്രായ വ്യത്യാസമായി. ചിലർ പറഞ്ഞപ്പോൾ അബുൽ ഹസൻ ഷിർഖാനിനെ വിളിച്ചിട്ട് അള്ളാഹിനെയല്ലേ വിളിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ അള്ളാഹിനെ വിളിച്ചു കൊടുക്കാൻ രണ്ടു കൂട്ടർ അഭിപ്രായ വ്യത്യാസമായി. അപ്പോൾ കൊള്ളക്കാർ വന്ന സമയത്ത് ചിലർ അബുൽ ഹസൻ ഷിർഖാനി എന്ന ഷെയ്ഖിനെ വിളിച്ചു, വേറെ ചിലർ അള്ളാഹിനെയും വിളിച്ചു. അള്ളാഹിനെ വിളിച്ചവരൊക്കെ കൊള്ളയിരിക്കപ്പെട്ടു, ഷെയ്ഖിനെ വിളിച്ചവരൊക്കെ കേസിലാവുകയും ചെയ്തു. തിരിച്ചു വന്നതിന് ശേഷം ഒരു ഷെയ്ഖിനോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെയാണ് വിളിച്ചത്, പക്ഷെ വേറെ ചിലരൊക്കെ അള്ളാഹിനെ വിളിച്ചു. കൊള്ളക്കാർ വന്നപ്പോൾ അള്ളാഹിനെ വിളിച്ചവരൊക്കെ കൊള്ളയിരിക്കപ്പെട്ടു, നിങ്ങളെ വിളിച്ചവരൊക്കെ കേസില്ല. എന്തേ ഇപ്പം അതങ്ങനെയാണ്? അപ്പോൾ ഷെയ്ഖ് പറഞ്ഞു, ഇന്നങ്ങൾക്ക് പരിചയമുണ്ട്, അള്ളാഹിനൊക്കെ പരിചയമില്ല അല്ലേ? ഇന്നങ്ങൾക്ക് അറിയണ എന്നെ വിളിച്ചാൽ കാര്യമുണ്ട്, അള്ളാഹിനൊക്കെ അറിയില്ല, അള്ളാഹിനെ പരിചയമില്ലാതെ പിന്നെ അള്ളാഹിനെ വിളിച്ചിട്ടുന്ന കാര്യം. അപ്പോൾ അള്ളാഹിനെ സംബന്ധിച്ചുള്ള വിവരം ഓനെപ്പറ്റി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദീനിന്റെ അടിസ്ഥാനം. അവിടെ തന്നെ തസവ്വുഫിന്റെ അടിസ്ഥാനം ഏറ്റവും പ്രധാനമായിട്ട് അള്ളാഹുവിനെ സംബന്ധിച്ച് നമുക്ക് എത്രത്തോളം നിങ്ങൾ ആലോചിച്ചു. ഞാൻ നജാദ് കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ള സ്ഥാപനത്തിൽ ക്ലാസ് എടുക്കണം. അപ്പോൾ ഈ MA-കാർക്ക് ഇംഗ്ലീഷ് പാഠപുസ്തകത്തിൽ ക്ലാസ് ഇങ്ങനെ എടുത്തു കൊടുക്കുക. അതിൽ നെഹ്റുവിൻ്റെ ജവഹർലാൽ നെഹ്റുവിൻ്റെ പാടുണ്ട് പുസ്തകത്തിൽ, മൈ ഫിലോസഫി ഓഫ് ലൈഫ്, എൻ്റെ ജീവിത തത്വശാസ്ത്രം എന്നാണ്. അപ്പോൾ പഠിക്കുന്ന കുട്ടികൾ പറഞ്ഞാൽ MA-കാരൊക്കെ അല്ലേ, ഇപ്പോൾ 10, 20, 21 വയസ്സുള്ള കുട്ടികളാണ്. അപ്പോൾ യാതൊരു നെഹ്റു ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, നെഹ്റു ദൈവവിശ്വാസിയല്ല, എന്നാൽ അങ്ങനെ വലിയൊരു നിഷേധി അങ്ങനെയൊന്നുമല്ല, അജ്ഞേയവാദി, രണ്ടും അങ്ങനെയുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ കടുത്ത നിഷേധിയൊന്നുമല്ല, പക്ഷെ വിശ്വാസിയല്ല. മുമ്പ് EMS നമ്പൂതിരിപ്പാട് പറയുന്നവർക്ക് ഞാൻ ദൈവം ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഇല്ലാത്ത ദൈവം ഉണ്ടാവുകയോ ഞാൻ ദൈവം ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഉള്ള ദൈവം ഇല്ലാതാവുകയോ ചെയ്യില്ല, അതുകൊണ്ട് എനിക്കൊരു വിഷയമില്ല എന്നല്ല. അതേപോലെ അവൻ നെഹ്റു ഏതായാലും അങ്ങനെ വിശ്വാസിയല്ല. അവൻ നെഹ്റുവിന്റെ അഭിപ്രായം സമർത്ഥിക്കുകയാണ് ഈ പാഠത്തിലെ. നമ്മളെന്തായാലും യൂണിവേഴ്സിറ്റി പാഠപുസ്തകം വെച്ചാൽ നമ്മൾ പഠിപ്പിക്കണമല്ലോ. അവൻ നെഹ്റു ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ദൈവവിശ്വാസികൾ ദൈവത്തിൽ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? കാര്യകാരണ സിദ്ധാന്തത്തിൽ വിശ്വസിക്കണമുണ്ടാണ്. എന്താ കാര്യകാരണ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉണ്ടാവണമെങ്കിൽ ഒരു കാരണം ഉണ്ടാവണം, ആ കാരണം ഉണ്ടായെങ്കിലേ ആ കാര്യം ഉണ്ടാവുള്ളൂ, ആ കാരണം ഉണ്ടായാൽ ആ കാര്യം ഉണ്ടാവുക, ആ കാരണം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കാര്യം ഉണ്ടാവില്ല, അതിന്റെ കാര്യകാരണ സിദ്ധാന്തം. അപ്പൊ കാര്യകാരണ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം ഒരു കാര്യമാണ്, അപ്പോൾ അതുണ്ടാവാൻ ഒരു കാരണമുണ്ടായിരിക്കണം, അതുകൊണ്ടല്ലേ ദൈവത്തിൽ വിശ്വസിക്കുന്നത്. അപ്പൊ പിന്നെ എന്റെ ചോദ്യം, അബ്സല്യൂട്ട് കോസ്, പരമമായ കാരണം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ പഠിച്ചതിന് പരമമായ കാരണത്തിനൊരു കാരണം വേണ്ടേ എന്ന് പറഞ്ഞാൽ പഠിച്ചവനുണ്ടാക്കിയ കാരണമൊക്കെ ചോദിക്കലുണ്ടല്ലോ, അതേപോലത്തെ ഒരു ചോദ്യം. അപ്പൊ ഞാൻ എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികളോട് ചോദിച്ചു, എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികളൊക്കെ വലിയ കുട്ടികളാണ്, 10, 21 വയസ്സുള്ള കുട്ടികളാണ്, മുസ്ലിങ്ങളുണ്ട്, അതുപോലെ തന്നെ ക്രിസ്ത്യാനി കുട്ടികളുണ്ട്, അതുപോലെ തന്നെ ഹിന്ദു കുട്ടികളുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ ഞാൻ കുട്ടികളോട് ചോദിച്ചു, കുട്ടികളെ ഈ ചോദ്യത്തിന് നിങ്ങൾക്കുള്ള ഉത്തരം എന്താ ചോദിച്ചു, നിങ്ങൾക്കുള്ള ഉത്തരം എന്താണെന്ന് ചോദിച്ചു. അപ്പൊ കുട്ടികൾക്ക് ആർക്കും ഉത്തരം പറയാൻ വെച്ചില്ല. അപ്പൊ കുട്ടികൾ പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് മനസ്സിലാണ്, ഞങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങളെ ഈ പരിപാടി നിർത്തിക്കളി, നിങ്ങൾ പള്ളിയിൽ പോണവരുണ്ട്, അമ്പലത്തിൽ പോണവരുണ്ട്, ചർച്ചയിൽ പോണവരുണ്ട്, നിങ്ങളെ ദൈവവിശ്വാസത്തിനെതിരായിട്ട് ഒരു ചോദ്യം വരുമ്പോൾ അതിനെ മറികടക്കാൻ നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ പിന്നെ എന്ത് വിശ്വാസം? നിങ്ങളെ വിശ്വാസം, നിങ്ങളെ വിശ്വാസത്തോടെ മുട്ടി നിൽക്കല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പരിപാടി ഒഴിവായികളെയും. ഇനി അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഇന്ന് രാത്രി വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ ഉമ്മാനോടും പാപ്പാനോടും അച്ഛനോടും അമ്മയോടും ഒക്കെ ചോദിച്ചിട്ട് നാളെ പറഞ്ഞാൽ മതി. നിങ്ങളെക്കാൾ ഒരുപാട് കൊല്ലം മുമ്പ് വിശ്വസിക്കാൻ തുടങ്ങിയതല്ലേ, ഓരോട് ചോദിച്ചിട്ട് വരുന്നതാണ്. വ്യത്യാസം പറഞ്ഞപ്പോൾ കുട്ടികൾ പറഞ്ഞു, സാറേ വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോൾ ചീത്ത പറഞ്ഞിട്ട്. അപ്പൊ എന്തിനാ ചീത്ത പറയുന്നത്? ഉത്തരം കിട്ടായിട്ട്. ഉത്തരം കിട്ടിയ ചീത്തല്ലല്ലോ, ഉത്തരല്ലേ പറഞ്ഞു കൊടുക്കുക.
അപ്പൊ എന്താ വീട്ടിലേക്കും നിശ്ചയല്ല ഉത്തരം. അപ്പോ നമ്മുടെ വിശ്വാസത്തിനെതിരായിട്ട് ഞാൻ അള്ളാനെ മനസ്സിലാക്കുക എന്നുള്ളതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ വശത്തിലേക്ക് ചൂണ്ടിയിട്ടാ പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി അവന്റെ അസ്തിത്വത്തിനെതിരായിട്ട്, അസ്തിത്വത്തിലുള്ള വിശ്വാസത്തിനെതിരായിട്ട് ഒരു ചോദ്യം വരുമ്പോ ആ ചോദ്യത്തെ മറികടക്കാൻ പറ്റുന്ന ന്യായങ്ങളും തത്വങ്ങളൊക്കെ നമ്മളെടുത്ത് വേണ്ടേ? അപ്പോ അള്ളാനെ അറിയാന്നുള്ളത് ഏറ്റവും ബേസ്, ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു വിശ്വാസമാണല്ലോ. അള്ളാനെ പറ്റി അറിയണം. അള്ളാനെ അറിഞ്ഞാലേ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാവും. എന്താ അള്ളാനെ അറിഞ്ഞ ജീവിതത്തിലുള്ള വ്യത്യാസം? അപ്പൊ നല്ല വിശ്വാസം ഉണ്ടാവും. ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഇഫക്റ്റുള്ള വിശ്വാസീകാരം. ഇപ്പോ നമ്മള് പിന്നെ ഖുർആനിൽ പറയണ്ടല്ലോ അല്ലാഹു തആല ഇന്നവൽ الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. മൂമിനീങ്ങൾ എന്ന് പറഞ്ഞാല് അല്ലദീന ഇദാ ദിക്റല്ലാഹു, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ, അള്ളാഹിനെ പറ്റി പറയുന്നത് കേട്ടാൽ, അല്ലെങ്കിൽ അള്ളാഹു എന്ന് പറഞ്ഞു കേട്ടാൽ, വജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കിടിലം കൊള്ളും. അവരുടെ ഹൃദയങ്ങൾ കിടിലം കൊള്ളും. നമ്മളൊക്കെ വാങ്ക് കേട്ടില്ലേ? പള്ളിക്കന്ന് ബാങ്ക് കേട്ടില്ലേ? നല്ല മൈക്കിട്ട് ഉറക്കാനേ ഒരു കുട്ടി നല്ല ഉസാറായിട്ട് ബാങ്ക് കൊടുത്തല്ലോ. ആ ബാങ്കിൽ അള്ളാഹു അള്ളാഹിനെ പറ്റി പറഞ്ഞല്ലോ. അപ്പൊ അള്ളാഹു എന്ന് കേട്ട സമയത്ത് നമുക്ക് ഹൃദയത്തിന് കിടിലുണ്ടായിരുന്നു എന്ന് ആലോചിച്ച് നോക്കുകയാണെ. ഇപ്പൊ പള്ളിക്കന്ന് ബാങ്ക് കേട്ടല്ലോ, ഒരു കുട്ടി നല്ല രസത്തിലുള്ള ബാങ്ക് കൊടുത്തു. അതിൽ അള്ളാഹു എന്ന് ആ കുട്ടി പറഞ്ഞപ്പോ നമ്മളെ ഹൃദയത്തിൽ അള്ളാഹിനെ പറ്റി പറഞ്ഞു കേൾക്കുമ്പോൾ നമ്മളെ ഹൃദയം കിടിലം കൊള്ളണം. നമുക്ക് ബേജാറുണ്ടാകണം. പടച്ചവനെ പറ്റിയുള്ള ഹൗഫിനനുസരിച്ച് വരണം. വന്നിരുന്നോന്ന് ആലോചിച്ച് നോക്കി. ഇനി എത്രയേ ബാങ്കുകൾ അങ്ങനെ കേൾക്കണം. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് മുമ്പത്തെ മാതിരിയല്ല. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ആൾക്കാരാണ് മൊബൈലിൽ വർത്താനം പറഞ്ഞ് അങ്ങനെ നിൽക്കണേ. നമ്മളെ മുസ്ലിമീങ്ങൾ തന്നെ, നമ്മളെ സ്വന്തം സഹോദരന്മാർ, ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് മുമ്പൊക്കെ ബാങ്ക് കേൾക്കുന്നു നിർത്തുകയും ബാങ്ക് കേൾക്കുമ്പോൾ ഇപ്പൊ ബാങ്ക് കൊടുക്കുമ്പോൾ വേറെ ബാങ്കും ഉണ്ട്. അതെന്നെ ആലോചിച്ച് നോക്കിയാല് ബാങ്ക് കൊടുക്കുമ്പോൾ ഉണ്ടാകാൻ പാടില്ല, ബാങ്ക് കൊടുക്കുമ്പോൾ ബാങ്ക് കൊടുക്കാൻ പാടുണ്ടോ എന്ന് വെച്ചാല് അല്ലേ? ബാങ്കിനെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ തലക്കും നമുക്ക് വരികയല്ലേ? ഏതായാലും ഇങ്ങനെയൊക്കെ കേൾക്കും. അള്ളാഹുവിനെ സംബന്ധിച്ച് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിന് കിടിലം ഉണ്ടാകുന്നുണ്ടോ, ബേജാറുണ്ടാകുന്നുണ്ടോ, പടച്ചവനെ പറ്റിയുള്ളൊരു ഗാംഭീര്യം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു വരുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കി. ഇനി ആ ബാങ്ക് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ തുലാമാസമാണല്ലോ വരാൻ പോകുന്നത്. തുലാമാസമാണല്ലോ. തുലാമാസത്തിൽ അതിന്റെ ഇടിപൊട്ടലുണ്ടാവും. ബാങ്ക് കഴിഞ്ഞതിന് ശേഷം ഒരു ഇടി അങ്ങോട്ട് പൊട്ടിയാൽ നമ്മളങ്ങോട്ട് കിടിലം കൊണ്ടാല് എന്നിട്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയും. അതാപ്പോ ഇടി പൊട്ടുന്ന സമയത്ത് പറയേണ്ടത്. അതാപ്പോ ഇടി പൊട്ടുന്ന കേട്ടപ്പോ അതാ പറയേണ്ടത്. മദ്രസയിൽ പഠിച്ചിട്ടുണ്ടാവും എന്നാണ് ഇടിവെട്ടുമ്പോ പറയേണ്ടത്. പക്ഷെ അതൊന്നും ആലോചിച്ചാൽ കഴിഞ്ഞിട്ടുണ്ടാവില്ല, പഠിച്ചത് മറന്നിട്ടുണ്ടാവും. ഇനി അല്ലെങ്കിൽ ഇനി മനസ്സിലുണ്ടെങ്കിൽ തന്നെ ഇടിങ്ങിട്ട് പൊട്ടുന്ന സമയത്ത് രാഹുലാകൂത്തയില്ല, പേടിച്ച് ബേജാറായിട്ട് ഹൃദയം കിടിലം കൊണ്ടിട്ടേ അള്ളാഹുന്ന് കേൾക്കുന്ന സമയത്ത് ഒരു ഇടിലോ ഇല്ല. ഇടി പൊട്ടുന്ന സമയത്ത് കാരണം എന്താ? ഇടി നമുക്ക് പരിചയമുണ്ട്. അതെങ്ങനെ മേത്ത് കൊണ്ടാനുള്ള ബുദ്ധിമുട്ടും അതുകൊണ്ടുണ്ടാകുന്ന അനർത്ഥങ്ങളും നമുക്ക് പരിചയമുണ്ട്. ഇടിയെ നമുക്കറിയും. അപ്പൊ ഇടി പൊട്ടുന്ന കേൾക്കുന്ന സമയത്ത് നമുക്ക് കിടിലുണ്ടാവും. ഒരു പാമ്പ് ഇങ്ങനെ പോകേണ്ട, ഒരു മൂർക്കം പാമ്പ് ഇങ്ങനെ പോകുന്ന സമയത്ത് നല്ല ചെറിയ കുട്ടിയാണെങ്കിൽ ആ കുട്ടീൻ്റെ മുമ്പിൽ മൂർക്കം പാമ്പിനെ കൊണ്ടുപോയിട്ട് കൊടുത്താൽ, അല്ലെങ്കിൽ മൂർക്കം പാമ്പ് ഇങ്ങനെ അയച്ചുകൊണ്ടെങ്കിൽ ആ കുട്ടി മൂർക്കം പാമ്പ് കളിക്കോപ്പായിട്ട് ഉപയോഗിക്കും. കാരണം എന്താ? കുട്ടിക്ക് മൂർഖമാവ് നല്ല ചോട്ടുള്ള സാധനീകാരം അതിനെ അറിയില്ല, കുട്ടിക്ക് പരിചയമില്ല. അങ്ങനെ കുട്ടി പാമ്പിന്റെ അടുത്ത് ഇങ്ങനെ നിന്ന് കളിച്ചാൽ നിൽക്കുന്ന സമയത്ത് ഉമ്മ കണ്ടാൽ ഇന്റെ റബ്ബേ എന്റെ കുട്ടി എന്നൊരാണ് കുട്ടി ചെന്ന് കാണുക. എന്താ? ഉമ്മക്ക് പാമ്പിനറിയും, കുട്ടിക്ക് പാമ്പിനറിയില്ല. അപ്പൊ അറിഞ്ഞാലേ കിടിലുണ്ടാവുള്ളൂ, അറിഞ്ഞാലേ ബേജാറുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി നമുക്ക് എത്രത്തോളം അറിയും? അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം ഉണ്ടാവും. ഒരു ഉദാഹരണം ആലോചിച്ച് നിങ്ങൾ അള്ളാന്റെ വീട്ടിൽ പോയാല്, അള്ളാന്റെ വീടാണല്ലോ പള്ളിക്ക് പോയാലേ ഇരിക്കുന്ന സമയത്ത് നമുക്ക് നല്ല രസം ഉണ്ടാകലുണ്ടോ അതോ അസ്വസ്ഥത ഉണ്ടാകലുണ്ടോ എന്ന് ആലോചിച്ച് നോക്കി. പള്ളിക്ക് പോയിട്ട് അള്ളാനെ അറിഞ്ഞ ആൾക്കാരെ പറ്റി ആലോചിച്ച് നോക്കുക. അള്ളാഹുവിന്റെ ഭവനത്തിൽ നമ്മൾ പോയി ഇരിക്കുന്ന സമയത്ത് നമുക്ക് നിസ്കരിക്കുന്ന സമയത്ത് ഇതാണ് കഴിഞ്ഞു കിട്ടിയാൽ പോയെന്ന് തോന്നുന്നുണ്ടോ? ഇത് പെട്ടെന്നൊന്നും കഴിച്ചല്ലേ തോന്നുന്നുണ്ടോ? പള്ളിക്ക് പോയി ഇരിക്കുന്ന സമയത്ത് വേറെ പണിയുള്ള സമയത്തല്ല ഞാൻ പറയുന്നത്. അത് ഇതാ പുതിയ സ്ഥലത്ത് ബന്ധുശുക്കില്ല, അത് നമ്മൾ പോകണം. പള്ളിന്റെ പുറത്ത് നമുക്ക് ജീവിക്കണല്ലോ. നമുക്ക് തബലീയമായത്തേര് എന്ന് കണ്ട് പിന്നെ ഒരു കൂട്ടരക്കാർ ഒരു കച്ചവടക്കാരുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, പിന്നെ ഞങ്ങൾക്ക് പള്ളിക്കൊരു ഇത്തിമായുണ്ട്, നമ്മളെ മീറ്റിംഗ് ഉണ്ട്, അത് നിങ്ങൾ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ പീടിയ കച്ചവടക്കാരൻ പറഞ്ഞു, നമ്മളെ പീടിയിൽ ആളില്ല, ഞാൻ തന്നെ ഉള്ളൂ, ഇവിടെ എനിക്ക് വരാൻ പറ്റൂല. അല്ല നിങ്ങൾക്ക് മരിച്ചു പോകണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ പീടിയ കച്ചവടക്കാരൻ ചോദിച്ചു, അല്ല നമുക്ക് ജീവിച്ചു പോകണ്ടേന്ന്. ജീവിച്ചു പോകണ്ടേ? രണ്ടും വേണമല്ലോ. നമുക്ക് ജീവിച്ചും പോകണം, മരിച്ചും പോകണം, രണ്ടും മനസ്സിലാക്കണം. അപ്പൊ അത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാല് അങ്ങനെ നമ്മള് പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതം ഒഴിവാക്കുന്നതല്ല പറഞ്ഞത്, പുറത്തൊക്കെ പോകേണ്ടി വരും. പക്ഷേ നമുക്ക് ഒഴിവുള്ള സമയത്ത് ഇപ്പൊ തറാവീഹ് സ്കരിക്കാൻ വേണ്ടി റമദാൻ മാസത്തിൽ പോയി പറ്റി ആലോചിക്കും. തറാവീഹ് സ്കരിക്കാൻ വേണ്ടി നമ്മൾ പള്ളിയൊക്കെ പോയിട്ട് ഇങ്ങനെ നിന്നിട്ട് നിസ്കാരങ്ങൾ നടക്കുന്ന സമയത്ത് അനന്തര കൈപ്പം മുതൽ മീപ്പിട്ട് ഓതിയിട്ട് അങ്ങനെയാണെങ്കിൽ എളുപ്പം തീരും. ഇനി വേറെ ഒരു ഉസ്താദ് വന്നുകൊണ്ട് കുറച്ചൊക്കെ നീണ്ട സുഹൃത്ത് അല്ലെങ്കിൽ ഒത്തിരി അവിടുന്നൊക്കെ ഓതാൻ തുടങ്ങിയാലേ പിന്നെ
മൂപ്പരെ ഇവിടെ ഇപ്പോൾ അല്ലാതെ വെക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. കാരണം എന്താ നീട്ടി ഓടുകയാണേ. അപ്പൊ എന്താ പള്ളിയൊക്കെ പോയിട്ട് നിസ്കരിക്കുന്ന സമയത്ത് നമുക്ക് ആനന്ദം ഉണ്ടാവുന്നുണ്ടോ അതേ നമുക്ക് അസ്വസ്ഥത ഉണ്ടാവുന്നുണ്ടോ? ഇനി നോക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? മസലുൽ മുഅ്മിനി ഫിൽ മസ്ജിദി കമസലി സമകി ഫിൽ മായി വമസലുൽ മുനാഫിഖി ഫിൽ മസ്ജിദി കമസലി ത്വയ്രി ഫിൽ ഖഫസി. ഒരു മൂമിൻ പള്ളിക്ക് ചെന്നാൽ മൂമിന്റെ ഉദാഹരണം എന്താ? കമസലി സമകി ഫിൽ മായി, വെള്ളത്തിലെ മത്സ്യത്തെ പോലെ. എന്താ വെള്ളത്തിലെ മത്സ്യം? വെള്ളത്തിലെ മത്സ്യം ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് എന്തോ ഒരു ആനന്ദക്കാരൻ, മത്സ്യത്തിന് ആനന്ദം, അത് കണ്ടിക്കണേ നമ്മൾക്ക് ആനന്ദം. ഒരു മീനിങ്ങനെ വെള്ളത്തിൽ കൂടി നീന്തി പോണ സമയത്ത് എന്തോ ഒരു രസകാരെ കാണാൻ, മത്സ്യത്തിനും നല്ല ആനന്ദം. ഇനി ആ മത്സ്യത്തെ പിടിച്ചുകൊണ്ട് കരക്കലി കണ്ടിട്ടാലോ ആ മത്സ്യം ഇങ്ങനെ കടന്നിട്ട് പഠിച്ച് കുറെ അധികം നേരെ ജീവൻ പോവുകയും ചെയ്യും. അതെന്താ കാരണം? മത്സ്യത്തിന് പുറത്തു വരുന്ന സമയത്ത് അസ്വസ്ഥതയാണ്, വെള്ളത്തിലാകുന്ന സമയത്ത് നല്ല ആനന്ദമാണ്. അതേപോലെ ആയിരിക്കും ഒരു മൂമിനായ മനുഷ്യൻ പള്ളിക്ക് പോയാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ പള്ളിയിൽ പോയി നിൽക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെയാണോ ആലോചിച്ചു. ഇനി അപ്പുറത്ത് പറയുമ്പോൾ മസലുൽ മുനാഫിഖി ഫിൽ മസ്ജിദി, പള്ളിയിൽ പോയാൽ പള്ളിക്ക് ചെന്നൊരു മുനാഫിക്കിന്റെ ഉദാഹരണം എന്താണ്? കമസലി ത്വയ്രി ഫിൽ ഖഫസി, കൂട്ടിലിട്ട പക്ഷിയെ പോലെ കാണുന്നത്. എപ്പോഴാണ് കൂടി തുറക്കാഴ്ച പോകണമെന്ന് വിചാരിച്ചേ. അപ്പൊ കൂട്ടിലിട്ട പക്ഷിയെ പോലെ നമുക്ക് തോന്നുന്നുണ്ടോ അതല്ലെങ്കിൽ വെള്ളത്തിലെ മത്സ്യത്തെ പോലെ തോന്നുന്നുണ്ടോ നോക്കി അള്ളാനെ അറിഞ്ഞിക്കണോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അള്ളാനെ അറിഞ്ഞ ആളാണെങ്കിൽ അങ്ങനെ കാരം, അറിയാത്ത ആളാണെങ്കിൽ മറ്റേ മാതിരി കാരം. നമ്മൾ നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് ആലോചിച്ച് നോക്കി, പള്ളിക്ക് പോയിട്ട് നിസ്കരിക്കാൻ നിൽക്കുകയാണ്. നിസ്കാരാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. മനുഷ്യന്റെ ജീവിതത്തിലെ നമ്മളെ ഈമാനും ഇസ്ലാമും എല്ലാം അളക്കാനുള്ള മാനദണ്ഡം തന്നെ നിസ്കാരമാണ്. നിസ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതം തന്നെ ഓർഡർ ചെയ്യേണ്ടത്, നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത് തന്നെ നിസ്കാരത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ. ഞാൻ നാളെ ഒരു പരിപാടി പോയി. ആ പരിപാടിക്ക് ചെന്ന സമയത്ത് എന്നോട് ചെല്ലാൻ വേണ്ടി പറഞ്ഞത് 9 മണിക്കായിരുന്നു. അവിടെ 9 മണിക്ക് ചെന്ന സമയത്ത് പരിപാടിയും തുടങ്ങിയില്ല. 10 മണി വരെ കാത്തിക്കേണ്ടിയിരുന്നു. എനിക്കാണെങ്കിൽ ആ പരിപാടിയിട്ട് വേറൊരു പോവുമാണ്. അപ്പൊ ഞാൻ എന്നിട്ട് പിന്നെ സ്വാഗത പ്രസംഗത്തിന്റെ നിന്ന് ആള് പറഞ്ഞു, പിന്നെ ഹംസ സാഹിബ് 10 മണിക്കാണ് പരിപാടി തുടങ്ങുന്നത്. സ്വാഗത പ്രസംഗൻ പറഞ്ഞു ഹംസ സാഹിബ് വളരെ നേരത്തെ എത്തിച്ചേർന്നിട്ടുണ്ട് പറഞ്ഞു. എന്നിട്ട് ഞാൻ പ്രസംഗിക്കാൻ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു ഹംസ സാഹിബ് വളരെ നേരത്തെ അല്ല എത്തിച്ചേർന്നിരിക്കുന്നത്, നേരത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. നേരത്ത് പരിപാടി തുടങ്ങിയില്ല. നേരത്തെ തുടങ്ങിയില്ല എന്നതുകൊണ്ട് നേരത്ത് അവസാനിപ്പിക്കാൻ പറ്റില്ല, കാരണം ഇതിന്റെ പണിയാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളെ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യാൻ വേണ്ടിയിട്ട് നിസ്കാരത്തിൽ നിന്ന് പഠിക്കണം. നിസ്കാരം പഠിച്ചാൽ പോലെ നിസ്കാരത്തിൽ നിന്ന് പഠിക്കണം. ഏതാ പിന്നെ നിസ്കാരത്തെ പറ്റി അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ട് എന്താണ്? കിതാബും മൗഖൂത്താന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബും മൗഖൂത്ത, നമസ്കാരം സത്യവിശ്വാസികൾക്ക് സമയബന്ധിതമായിട്ട് അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്നു. അപ്പൊ ആ സമയബന്ധിതമായി നിസ്കാരം ശീലിക്കുന്ന ഒരാൾ തന്റെ ജീവിതത്തിലും സമയബന്ധിതത്വം ശീലിക്കണം. അതാ നിസ്കാരം പഠിച്ചാൽ പോലെ നിസ്കാരത്തിൽ നിന്ന് പഠിക്കണം എന്നുണ്ട്. അപ്പൊ നിസ്കാരത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നിസ്കാരാണ് നമ്മുടെ ജീവിതത്തിന് അസ്സലാത്തു ഇമാദുദ്ദീൻ ഫമൻ അഖാമഹാ ഫഖദ് അഖാമദ്ദീൻ ഫമൻ ഹദമഹാ ഫഖദ് ഹദമദ്ദീൻ. ദീനിന്റെ തൂൺ നമസ്കാരമാണ്. അത് തകർത്താൽ നമസ്കാരത്തിന് ദീൻ പൊളിച്ചു, അത് നിലനിർത്തിയാൽ ദീൻ നിലനിർത്തുകയും ചെയ്തു. അത്ര പ്രധാനപ്പെട്ടതാണ് നിസ്കാരം. ഞാൻ നിസ്കാരത്തിൽ കൂടി നമുക്ക് ആലോചിച്ച് നോക്കാം. നമ്മുടെ മനസ്സിനെ പറ്റി, നമ്മുടെ ഹൃദയത്തെ പറ്റി, മാനസികമായിട്ടുള്ള വളർച്ചയെ പറ്റി, അള്ളാഹിനെ പറ്റിയുള്ള നമ്മുടെ അറിവിനെ സംബന്ധിച്ചുകൊണ്ട് ആലോചിച്ച് നോക്കി. നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ, നമ്മുടെ മുമ്പിൽ പിന്നെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ എന്താണെന്ന് ആലോചിച്ച് നോക്കണേ. അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര ഉണ്ട്? അള്ളാഹിന്റെ മുമ്പിൽ പോയിട്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്നത്. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ, അള്ളാഹുവാണ് ഏറ്റവും വലിയ എന്നുള്ള ബാങ്ക് കേട്ടിട്ട് നമ്മൾ പോകുന്നത്. തൗഹീദിന്റെ സൈദ്ധാന്തികവും പ്രായോഗികവുമായിട്ടുള്ള 2 വശങ്ങളുമായി കൂടി പഠിപ്പിക്കുന്നുണ്ട്. ബാങ്ക് തന്നെ കേവലം ഒച്ചയല്ല. നിസ്കരിക്കാൻ നേരേക്കൊന്ന് അറിയിക്കാനുള്ള ശബ്ദം മാത്രമല്ല, ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദർശം, നമ്മുടെ വിശ്വാസം, നമ്മുടെ പ്രത്യയശാസ്ത്രം ഓർമ്മിപ്പിക്കുന്നുണ്ട് ബാങ്കിൽ കൂടി. അത് നമ്മൾ ചിന്തിക്കണം. അതാ ബാങ്ക് ഉണ്ടെന്ന് അറിയുന്നത്. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ തൗഹീദിന്റെ സൈദ്ധാന്തികമായിട്ടുള്ള വശമാണ്. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ബാക്കിയുള്ളതൊക്കെ അതിനെ പിടിച്ചു ചേർത്താന്നാണ്. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അള്ളാഹു അക്ബറിനെ പറ്റി തന്നെ ഒരുപാട് നമുക്ക് ചിന്തിക്കാനുണ്ട്. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്നുള്ള മുദ്രാവാക്യം നമ്മൾ പറയുന്നതോടുകൂടി തന്നെ ബാക്കിയുള്ളതൊക്കെ ചെറുതാ. ഞാൻ ചെറുതാണ്, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ, ഞാൻ ചെറിയവനാണ്. നേതാക്കന്മാരൊക്കെ താമസിച്ചു വരുന്ന സമയത്ത് ഉണ്ടെങ്കിൽ അള്ളാഹു അക്ബർ വിളിക്കലുണ്ട്. എന്താ അർത്ഥം? നേതാവ് നിങ്ങൾ വലിയ തന്നെയാണ്, പക്ഷെ അള്ളയാണ് ഏറ്റവും വലുതെന്നതിനർത്ഥം. ആ നേതാവ് നിങ്ങൾ വലിയ തന്നെയാണ്, പക്ഷെ അള്ളയാണ് ഏറ്റവും വലിയത്. അതും അനുസ്മരിപ്പിക്കാൻ അള്ളാഹു അക്ബർ വരുന്നത്. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ ചെറുതായില്ലേ. എല്ലാ കാര്യത്തിലും നമുക്ക് നമ്മുടെ ജീവിതത്തെ മുഴുവൻ നിയന്ത്രിക്കേണ്ട ഒരു വാക്കാണ് അള്ളാഹു അക്ബർ എന്നുള്ളത്. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ കുട്ടികൾ വരുന്നല്ല, എൻ്റെ കെട്ടിയോട് വരുന്നല്ല, എൻ്റെ നാട് വരുന്നല്ല, എൻ്റെ വീട് വരുന്നല്ല, എൻ്റെ കാറ് വരുന്നല്ല, എൻ്റെ കെട്ടിടം വരുന്നല്ല, എൻ്റെ കച്ചവടം വരുന്നല്ല, കൃഷി വരുന്നല്ല, ഉദ്യോഗം വരുന്നല്ല, വിദ്യാഭ്യാസം ഒന്നും വരുന്നല്ല, രാഷ്ട്രീയം വരുന്നല്ല, മന്ത്രിപ്പണി വരുന്നല്ല, ഒന്നും വരുന്നല്ല. അള്ളാഹു അക്ബർ, അള്ളയാണ് ഏറ്റവും വലുത്.
അപ്പൊ അള്ളാഹുവാണ് ഏറ്റവും വലുത് എന്നുള്ള ഒരു സംഗതി മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ നേരെയാവില്ലേ. ഇപ്പൊ ഈ അള്ളാഹുവാണ് അക്ബർ എന്ന ബാക്കിയുള്ളതൊക്കെ അസുഖറാണെന്ന് അർത്ഥം. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ പറയുന്നുണ്ടല്ലോ, സുലൈഖാ ബീവിക്ക് യൂസുഫ് നബിയോട് പ്രേമം തോന്നി. സുലൈഖാ ബീവിക്ക് യൂസുഫ് നബിയോട് പ്രേമം തോന്നിയപ്പോൾ തോഴിമാര് കമന്റ് അടിക്കാൻ തുടങ്ങി. എന്തേ മൂപ്പത്തിരിക്ക് പറ്റിയത്? വല്ലാത്തൊരു കഷ്ടകാലം തന്നെ. പിന്നെ സ്വന്തം ഭർത്താവ് എന്ന് പറഞ്ഞാൽ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി, ഇത്ര നല്ലൊരു ഭർത്താവ് ഉണ്ടായിട്ട് അതൊക്കെ ഇട്ടുകണ്ടി എവിടുന്നോ പിടിച്ചുകൊണ്ടൊക്കെ ഒരു അടിമ ചെറുക്കനെയാണോ പ്രേമിച്ചിരിക്കുന്നത്? വല്ലാത്തൊരു കഷ്ടകാലം തന്നെ. എന്തേ മൂപ്പത്തിരിക്ക് പറ്റിയത്? അത് സുലൈഖാ ബീവിന്റെ ചോദ്യം കേട്ടു ഈ കമന്റ്. സുലൈഖാ ബീവി പറഞ്ഞു, ഇങ്ങോട്ട് വരി, നിങ്ങളെല്ലാവരോട് വരി, എന്തേ പറ്റിയെന്ന് കാണിച്ചു തരാം. അങ്ങനെ സംഘടിപ്പിച്ചു. ഒരു സദ്യ സംഘടിപ്പിച്ചു. എന്താ സദ്യയിൽ തേനും വെച്ചിരിക്കുന്നു, കക്കരിക്കും വെച്ചിരിക്കുന്നു, കത്തിയും വെച്ചിരിക്കുന്നു. അപ്പോൾ കക്കരിക്ക ഇങ്ങനെ കത്തിയോണ്ട് ചെത്തിയിട്ട് തേനിൽ മുക്കി തിന്നാനാ. അതാണ് ഒന്നാമത്തെ ഐറ്റം. പിന്നെ ഇതിലപ്പുറം കഫ്സേ ബിരിയാണിയൊക്കെ വേറെ ഉണ്ടാവും. എന്തായാലും ഒന്നാമത്തെ ഐറ്റതാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇരുന്നാണ്ട് കക്കരിക്കെടുത്ത് ഇങ്ങനെ ചെത്താൻ തുടങ്ങുക. ചെത്തിയപ്പോൾ ഇങ്ങനെ ചെത്തലിങ്ങനെ മുറുകിയ സമയത്ത് യൂസുഫ് നബിയോട് മുമ്പിൽ കൂടി അങ്ങനെ പോകാൻ പറഞ്ഞു. മുന്നിൽ കൂടിയാണ് പോണ സമയത്ത് സുലൈഖാ ബീവിന്റെ കൽപ്പന പ്രകാരം യൂസുഫ് നബി ഇസ്ലാം മുമ്പിൽ കൂടി ഇങ്ങനെ പോണ സമയത്ത് പെണ്ണുങ്ങൾ ഇങ്ങനെ നോക്കുക യൂസുഫിനെ നോക്കിയിട്ട് ഫലമാറായിനഹു അക്ബർനഹു വഖത്തറന ഐദിയഹുന്ന വഖുൽന ഹാശലില്ലാ മഹാദാ ബശരി ഇൻഹാദാ ഇല്ലാ മലക്കും കരീം. ഫലമാറായിനഹു യൂസുഫിനെ കണ്ടപ്പോൾ അക്ബർനഹു യൂസുഫ് സൗന്ദര്യത്തിൽ അവരെ കൺമുമ്പിൽ അങ്ങോട്ട് അക്ബറായി. അപ്പോൾ വഖത്തറന ഐദിയഹുന്ന അവരുടെ കയ്യിൽ നിന്നൊക്കെ അസുഖറായി. യൂസുഫാണ് അക്ബറായപ്പോൾ ബാക്കിയുള്ളതൊക്കെ അസുഖറായി തുടങ്ങി. കയ്യിലൊക്കെ ചെത്തുന്നുണ്ട്, മുറിച്ചിട്ടുണ്ട്, ചോരങ്ങനെ വരുന്നുണ്ട്, ഒന്നും ശ്രദ്ധിക്കണില്ല. കണ്ണു മുഴുവൻ യൂസുഫിന്റെ മുഖത്ത് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കല്ലേ. അപ്പൊ ഒരു പരഹാസരില്ല, ഇന്റെ വർച്ചനെ മഹാദ ഇത് മനുഷ്യന്റെ കുട്ടിയല്ലോ, ഇൻഹാദായില്ല മലക്കും ഖലീം, ഇത് വാനലോകത്ത് നിന്ന് ഇറങ്ങി വന്ന മാലാഖയാകുന്നു. എന്തേ? അപ്പോ സുലൈഖാ ബീവിയുടെ കൽപ്പന. അപ്പൊ എന്തേ ഇവിടെ സംഭവിച്ചാൽ യൂസുഫ് അക്ബറായപ്പോ ബാക്കിയുള്ളതൊക്കെ അസുഖരായി. നിങ്ങളാലോചിച്ച് ദർജഹാൻ ഹുസ്ന യൂസുഫ് കസനദീദ് ഹുസ്ന ആൻദാറദ് കയൂസുഫ് ആഫരീദ്. ദർജഹാൻ ഹുസ്ന യൂസുഫ് കസനദീദ് ഹുസ്ന ആൻദാറദ് കയൂസുഫ് ആഫരീദ്. കണ്ടില്ല ഞാനിങ്ങു ലോകത്തിലെങ്ങുമേ യൂസുഫിൻ സൗന്ദര്യം പോലതൊന്ന്, കാണില്ല പക്ഷെയൊന്നോർക്കണം യൂസുഫിൻ സൃഷ്ടാവിൻ സൗന്ദര്യം എത്രയെന്ന്. കണ്ടില്ല ഞാനിങ്ങു ലോകത്തിലെങ്ങുമേ യൂസുഫിൻ സൗന്ദര്യം പോലതൊന്ന്, കാണില്ല പക്ഷയും നോക്കണം യൂസുഫിൻ സൃഷ്ടാവിൻ സൗന്ദര്യം എത്രയെന്ന്. യൂസുഫിനെ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ സൗന്ദര്യം എത്രയെന്ന്, അള്ളാഹുവിന്റെ ജമാലിയത്തിനെ പറ്റി, അള്ളാഹുവിന്റെ സൗന്ദര്യത്തെ സംബന്ധിച്ച് അതിനെപ്പറ്റി ചിന്തിക്കണം. അതാണ് ഏത് സുന്ദരമായ വസ്തുക്കൾ കാണുന്ന സമയത്ത് നമ്മൾ ആ സൗന്ദര്യമുള്ള വസ്തുവിൽ കൂടി നമ്മൾ എത്തേണ്ടത് അള്ളാഹുവിലേക്കാണ് എത്തേണ്ടത്. ഏത് സുന്ദരമായ വസ്തു ഉണ്ടെങ്കിലും ആ വസ്തുക്കളെയൊക്കെ പഠിച്ചിരിക്കുന്നത് അള്ളാഹു തന്നെ. അപ്പൊ ഇതൊക്കെ റബ്ബ് പഠിച്ചതാണല്ലോ എന്ന് ചിന്തിക്കണം. ആലോചിച്ച് നോക്കി, ഏത് കാര്യം നമ്മൾ ഊട്ടിക്ക് പോയാൽ ചെറുക്കന്മാരൊക്കെ ഊട്ടിക്ക് നല്ല സുന്ദരമായ കാഴ്ച കാണാൻ വേണ്ടി ഒട്ട് കുളിയിൽ അനുഭവിക്കാൻ വേണ്ടിയിട്ട് പോകുമല്ലോ. അങ്ങനെ പോയിട്ട് പൂക്കളും ഊട്ടിയിലെ പൂക്കളും പ്രകൃതി ഭംഗിയും ഒക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത് അത് കണ്ടുകൊണ്ട് പോരാനല്ല, അത് കണ്ടിട്ട് ചിന്തിക്കണം. എന്താണ്? പടച്ചോനെ എൻ്റെ സൃഷ്ടിയാണുള്ളത്, എത്ര സുന്ദരമാണ് ഈ പ്രപഞ്ചം. നമ്മുടെ മുമ്പിൽ അള്ളാഹു തആല പടച്ചെന്നുള്ള പ്രപഞ്ചത്തെ പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ കത്തുപാട്ടിനെ പറ്റി. ഒരു കത്തുപാട്ടുണ്ടല്ലോ, മറ്റേ എസ് എ ജമീലിന്റെ അബുദാബിയിലുള്ള ഒരു എഴുത്ത് വെട്ടി തുറന്നപ്പോൾ കത്ത് ഞെട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞ പാട്ടില്ലേ, ആ പാട്ടിൽ എസ് എ ജമീലിന്റെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു, ഇബ്ലീസ് ഉസാറാണ്. ഇബ്ലീസ് വളരെ ഉസാറാണ്. ഇബ്ലീസിനെ അപ്രീഷിയേറ്റ് ചെയ്ത് പ്രശംസിച്ച് അങ്ങനെ വർത്താനം പറയും. അപ്പോൾ ഒരിക്കൽ എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് അദ്ദേഹത്തിന്റെ സുഹൃത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ എസ് എൻ ജമീൽ ഇബ്ലീസിനെ വല്ല പൊക്കി പറയണേ, നിങ്ങളിൻ്റെ ഒപ്പം ഒന്ന് പോരോ മൂപ്പരോട് വർത്താനം പറയണേ. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ പോവുക പറഞ്ഞു. അങ്ങനെ ചെന്നിട്ട് മൂപ്പരോട് ചോദിച്ചാൽ നിങ്ങൾ ഇബ്ലീസിനെ വല്ലാതെ പൊക്കി പറയുന്നത് എന്തേ പോകുന്നു ചോദിച്ചു. ആ ഇബ്ലീസിനെ പൊക്കി പറയും, ഇബ്ലീസില്ലായിരുന്നെങ്കിൽ ഈ സുന്ദരമായ ഭൂമിക്ക് നമ്മളെത്തോ? എന്തോ സുന്ദരമായ ഭൂമിയാണത്. ഇബ്ലീസ് ആദിന്റെ പേരെ കൊണ്ടും ഹവ്വാവുമനെ കൊണ്ടും പഴന്തി കൊണ്ടല്ലേ ഈ ഭൂമിക്ക് നമ്മൾ വന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ആ സ്വർഗത്തിൽ ഇങ്ങനെ ഉണ്ടാവും. ഈ ഭൂമിന്റെ ഈ സൗന്ദര്യമൊക്കെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുമായിരുന്നോ? അതുകൊണ്ട് ഇബ്ലീസിനെ ഞാൻ പൊക്കിയില്ല എന്ന് പറയാറ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞു നിങ്ങൾ അപ്പറഞ്ഞത് ശരിയല്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പടക്കണ സമയത്ത് തന്നെ ഇന്നീരായാലും പിന്നെ അറിയ ഖലീഫാണ് ഭൂമിക്ക് തന്നെ പടച്ചിക്കണത്. പിന്നെ പോരുന്ന വൈക്ക് ഇബ്ലീസിനെ കണ്ടു എന്നുള്ളൂ, ഇബ്ലീസിനെ കൊണ്ട് പോകുന്നല്ല. എന്നിട്ട് അള്ളാഹ് ഭൂമിക്ക് വിചാരിച്ച് പഠിച്ചതന്നെ നമ്മളെ. ഇനി നിങ്ങൾ ഇബ്ലീസിന്റെ ഏത് ഗുണമാണ് ഏറ്റവും കൂടുതൽ പറ്റിയത് ചോദിച്ചു. അപ്പൊ ഇബ്ലീസിന്റെ പിന്നെ ധിക്കാരം എന്ന ഗുണമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല നിങ്ങളെ അപ്പൊ പിന്നെ നിങ്ങളെ കുട്ടികളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടങ്ങളെ ഏറ്റവും കൂടുതൽ ധിക്കരിക്കുന്ന കുട്ടീനോടാവും ചോദിച്ചു. അല്ല കുട്ടികളെ കാര്യത്തിലേ പറ്റൂല. എന്താ പറ്റാത്തത്?
ഒരു ഗുണമുണ്ടെങ്കിൽ ആ ഗുണം അവനാന്റെ മക്കൾക്ക് ഉണ്ടാവണമെന്നല്ലേ ആഗ്രഹിക്കണ്ടേ? അപ്പൊ ധിക്കാരം ഒരു ഗുണമാണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് ധിക്കാരം ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കണ്ടേ? ഇനി കുട്ടികളെ കൂടി അല്ലെങ്കിൽ കെട്ടിയോളായിക്കോട്ടെ, നിങ്ങളെ കെട്ടിയോളും നിങ്ങളെ ഭാര്യ നിങ്ങളെ ഏറ്റവും കൂടുതൽ ധിക്കരിക്കുമ്പോഴല്ലേ ഓളോടും ഏറ്റവും ഇഷ്ടം ഉണ്ടാകുന്നത്. അല്ല കെട്ടിയോളെ കാര്യത്തിലോ പറ്റിയതാണ്, പിന്നെ ഇല പറ്റുമെന്ന് വെച്ചു പിന്നെ വാദം പൊളിഞ്ഞു. ഇപ്പൊ ഞാൻ പറയാൻ കാരണം എന്താ അറിയോ? ഇത്ര സുന്ദരമായ ഭൂമി, ഇത്ര സുന്ദരമായ ഭൂമി, ഈ ഭൂമി കാണുന്ന സമയത്ത് നമ്മളെന്താ ചിന്തിക്കേണ്ടത്? ഈ ഭൂമി കണ്ടങ്ങോട്ട് പോവുകയല്ല ചെയ്യേണ്ടത്. ഭൂമിയിലുള്ള ഓരോ സൗന്ദര്യം, പൂ കാണുന്ന സമയത്ത്, ഒരു വസ്തുവിനെ കാണുന്ന സമയത്ത് ചന്തമേറിയ പൂവിലും ശബളമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്തചാരുകടാക്ഷമാലകൾ അർക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. ആണോ നല്ല പൂക്കൾ കാണുന്ന സമയത്ത് ഈ പൂ എത്ര സുന്ദരമാണ്, ഈ പൂ എന്റെ റബ്ബ് പഠിച്ചത്. ഇങ്ങനെ ഓരോ വസ്തുവിനെ പറ്റി നമ്മളെ ഉള്ളിലുണ്ടല്ലോ റബ്ബേ, ആ റബ്ബിനെ പറ്റി മനസ്സിലാക്കാൻ നമ്മുടെ അകത്തന്നെയുള്ള റബ്ബാ. പക്ഷെ റബ്ബിനെ പറ്റി നമുക്ക് എന്തറിയും? അള്ളാഹു തആല പറയാ, ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ ഞാൻ പണിതു വെച്ചിട്ടുണ്ട് ഖസ്റൻ, ഒരു മാളിക. വഫിൽ ഖസ്രി, ആ മാളികയുടെ ഉള്ളിലാണ് സദരൻ, നമ്മളെ സദർ. വഫിൽ സദരി ഖൽബൻ, അതിന്റെ ഉള്ളിൽ ഖൽബ്. വഫിൽ ഖൽബി ഫുആദൻ, അതിന്റെ ഉള്ളിൽ ഫുആദ്. വഫിൽ ഫുആദി ശഗാഫൻ, അതിന്റെ ഉള്ളിൽ ഒരു ഉള്ളറ. വഫിൽ ശഗാഫി ലുബ്ബൻ, ഉള്ളറക്കുള്ളിൽ ഉൾക്കാമ്പ്. വഫിൽ ലുബ്ബി സിർറൻ, ആ ഉൾക്കാമ്പിനുള്ളിൽ ഒരു രഹസ്യ സങ്കേതം. വഫിൽ സിരി അന, അവിടെ ആ രഹസ്യ സങ്കേതത്തിൽ ഞാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്, പുറത്തും ഉള്ളിലും എല്ലായിടത്തും അല്ലാഹു തആല ഉണ്ട്. അപ്പൊ ആ അള്ളാഹിനെ പറ്റി അള്ളയും നമ്മളും തമ്മിലുള്ള അടുപ്പം എത്രമാത്രമുണ്ട്, അള്ളാഹിനെ പറ്റി ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിന് എത്രമാത്രം ആനന്ദം ഉണ്ടാവുന്നുണ്ട്, ആ ഓർമ്മ എത്രത്തോളം വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാലാണ് അള്ളാഹിനോടുള്ള സാമീപ്യം നമുക്ക്. അതിന് ഞാൻ ഉദാഹരണമായിട്ടാണ് ഞാൻ നിസ്കാരം പറഞ്ഞത്. നിസ്കരിക്കുന്ന സമയത്ത് അള്ളാഹു അക്ബർ തക്ബീർ കെട്ടിയിട്ട് അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്നുള്ള വാക്കും പറഞ്ഞിട്ട് നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ എത്രത്തോളം അള്ളാഹുണ്ട്, എത്രത്തോളം ദുനിയാവുണ്ട്, പുറം ലോകം എത്രത്തോളം നമ്മുടെ ഉള്ളിലുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രത്തോളം നമ്മുടെ ഉള്ളിലുണ്ട്, അതൊന്ന് പരിശോധിച്ച് നോക്കി. നിസ്കാരം കഴിഞ്ഞ് 4 റക്അത്ത് നിസ്കരിച്ച് കഴിയുമ്പോൾ എത്ര സമയം അള്ളാഹിനെ പറ്റി നമ്മൾ ഓർത്തിരിക്കണു, എത്ര സമയം ലൗകികമായ കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് വ്യതിചരിച്ച് പോയിരിക്കുന്നു എന്ന് ചിന്തിച്ചു നോക്കി. അപ്പൊ അള്ളാഹിനെ പറ്റിയുള്ള അറിവുള്ളവനാണെങ്കിൽ, അള്ളാഹിനെ അറിഞ്ഞവനാണെങ്കിൽ എപ്പോഴും അള്ളാഹിന്റെ കാര്യം മനസ്സിലുണ്ടാവുക. അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ബാക്കി പലർക്കും മനസ്സിലുണ്ടാവുക അല്ലേ? അത് അള്ളാഹുവിനെ ഓർക്കണതിന്റെ മുമ്പിൽ എന്ത് തടസ്സമാകുന്നു ആ തടസ്സം നീക്കിക്കളയാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാകണം. അതാ തസവ്വുഫ്. ബാക്കിയുള്ളവരും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം തന്നെ. അള്ളയാണ് ഏറ്റവും വലുതെന്ന് ചിന്തിക്കാൻ പറ്റുക അല്ലേ? നമ്മളെ പിന്നെ ബീരാനോടിയ പാപ്പാനെ പറ്റി കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. അമ്പമുതിൽ മറവിയപ്പെടുത്ത വലിയ സൂഫിയായിരുന്നു ബീരാനോടിയ പാപ്പ. അദ്ദേഹം ഒരു പ്രദേശത്ത് വന്നാല് ഞാൻ അദ്ദേഹത്തെ പറ്റി ഒരു പുസ്തകം എഴുതാൻ വേണ്ടി പഴയ ആൾക്കാരോടൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഒരാളോട് ചോദിച്ചു, കുറെ പ്രായമുള്ള ഒരാളോട് ചോദിച്ചു, നിങ്ങൾ വലിയ പാപ്പാനെ കണ്ടിരിക്കുന്നു ചോദിച്ചു. കണ്ടിരിക്കണ കാരണം എന്താ മൂപ്പരെ പറ്റി അഭിപ്രായം എന്ന് ചോദിച്ചാൽ അയാൾക്ക് തിരാന്തേന്നു. അപ്പൊ എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചു. അതെന്താ വെച്ചാൽ മൂപ്പര് ഒരു സ്ഥലത്ത് വന്നാൽ ദിക്റേരിച്ചു. എന്താ ദിക്ർ പറയുന്നത്? നെല്ലും പൊത്തും ലായില, കാളയും പോത്തും ലായില, പെണ്ണും മണ്ണും ലായില, ഇതാ ജനിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, പടച്ചോനെ നെല്ലിലെ ജനിക്കേണ്ടത് നെല്ലും പൊത്തും കാളയും പോത്തും പെണ്ണും മണ്ണും ഈ ദുനിയാവിൽ ഇതൊക്കെയാണ് പൂജിക്കപ്പെടേണ്ട വസ്തു. ഇതിനെയൊക്കെ പൂജിച്ച് നടക്കല്ലേ മനുഷ്യന്മാരെ? നെല്ലും പൊത്തും അല്ലെ, സമ്പത്തിനെ പൂജിച്ചുകൊണ്ട് നടക്കണ മനുഷ്യന്മാരല്ലേ? അത്തരം ആൾക്കാരോട് അവരെ മനസ്സിൽ നിന്ന് ഇതെടുത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ദിക്ർ ചൊല്ലിക്കണ്ടേ? കാളയും പോത്തും അതല്ല പൂജിക്കേണ്ടത്, പെണ്ണും മണ്ണും അതല്ല പൂജിക്കേണ്ടത്, അള്ളാനെയാണെന്നുള്ള കാര്യം മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പറ്റിയുള്ള ചിന്ത, ഓനെ പറ്റിയുള്ള വികാരം, ഓനെ പറ്റിയുള്ള ഭയം, അതാണ് നമ്മുടെ ഉള്ളിൽ ഏറ്റവും നിറഞ്ഞു നിൽക്കേണ്ടത് എന്നാണ് ഔലിയ പാപ്പാ ദിക്റിൽ കൂടി പഠിപ്പിക്കണത്. അതേപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ സുലൈമാൻ മൗലവിയെ പറ്റി ഇവിടെ പുതിയറയിൽ മറവി ചെയ്യപ്പെട്ട സുലൈമാൻ മുസ്ലിയാരുണ്ട്. അദ്ദേഹം വലിയ സൂഫിയനായിരുന്നു. നമ്മുടെ ആ ഭാഗത്തൊക്കെ പലപ്പോഴും ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം ഒരു സ്ഥലത്ത് ഇങ്ങനെ പോയിട്ട് ഒരു പള്ളിക്ക് പോയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അത് മൂപ്പര് പിന്നെ എപ്പോഴും കയ്യിലൊരു വടിയൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഇങ്ങനെ ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ തുണിയൊക്കെ നെയ്യേണ്ടതായ എടുക്കുകയാണെങ്കിൽ നെല്ലൊരു കൊട്ടുകൊടുത്തിട്ട് അവർ കഴിച്ചെടുക്കുകയാണ്. ഇനി മുട്ടിന്റെ മുകളിൽ പൊന്നിച്ചാലും ഒരു കൊട്ടുകൊടുത്തിട്ട് താത്തിട്ട് കയറി മുസ്ലിമാണെങ്കിൽ അല്ലാത്തവരൊന്നും ചെയ്യില്ല. അങ്ങനെ മൂപ്പര് പിന്നെ ഇതിങ്ങനെ പതിവായപ്പോൾ കുറെ ചെറുപ്പക്കാർ കൂടിയാണ്ട് നമുക്ക് മൂപ്പരെ തല്ലൊന്നും നിർത്തണം എന്ന് പറഞ്ഞാൽ മൂപ്പരെ ശരിയാക്കാൻ വേണ്ടി ചെന്നു. ഒരു 10-12 ചെറുക്കന്മാരിങ്ങനെ ചെല്ലാൻ മൂപ്പരെടുത്തേക്ക്. അപ്പോൾ മൂപ്പര് പള്ളി ഉണ്ടാക്കാൻ വേണ്ടി കല്ല് വെട്ടിയിട്ട് കൊണ്ടാകാൻ ആളെ കിട്ടാതെ നിൽക്കുകയാണ്. അതിൽ ഇങ്ങനെ വരിക ചെറുക്കന്മാർ 10-12 ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്. വരുന്ന സമയത്ത് വേഗം വരി കല്ല് കൊണ്ടാകാൻ ആളെ കിട്ടായിട്ട് നിൽക്കാൻ മനുഷ്യൻ സ്വീകരിക്കുന്നതാണ്. വേഗം വരി എന്ന് പറഞ്ഞാൽ എല്ലാവരും വന്നാലും കല്ല് വെച്ചിട്ടാണ് പോയി.
മൂപ്പരെ തല്ലാൻ വേണ്ടിയിട്ടൊരു വന്നത്, പക്ഷെ കൈക്ക് വെച്ചിട്ട് പോയി. അതെന്താ? അള്ളാനെ അറിഞ്ഞ ആളുകളെ ആവുമ്പോൾ അവരെ നേരെ അങ്ങനെയാണ് അപ്രോച്ചിന്റെ സമീപനം ഉണ്ടാകുക. അങ്ങനെ പിന്നെ ഒരു ദിവസം മൂപ്പര് പള്ളിയൊക്കെ പോയിട്ട് കത്തിയും പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. മഗ്‌രിബ് ആകുമ്പോൾ നേരാണ്, പള്ളിന്റെ ഉള്ളിലേക്ക് കടന്നാൽ കുത്തുന്നവരുടെ നിൽക്കുന്നത്. അങ്ങനെ ചെല്ലുന്ന ആൾക്കാരൊക്കെ മടങ്ങിപ്പോരാണ്. അവസാനം ഒരു കാരണവരും എന്നിട്ട് നിങ്ങൾ കുത്തുകയാണെങ്കിൽ കുത്തി മനുഷ്യന് നിസ്കരിച്ചെന്റെ മഗ്‌രിബ് ഇപ്പൊ കളയാൻ പോകുകയാണ് കാരണം പള്ളിന്റെ ഉള്ളിലേക്കാണ് കയറിയപ്പോൾ മുമ്പ് കത്തിയോടിച്ച് പറഞ്ഞു ഇജ്ജാണ് അള്ളാനെ പേടിച്ചണം, മറ്റവരൊക്കെ സുലൈമാനെ പേടിച്ച് നിലയുള്ളൂ. ഇതെന്താപ്പോ കാരണം? മൂപ്പര് ഇത് എല്ലാവർക്കും അള്ളാനെ പേടിച്ചിട്ടല്ലേ പള്ളിയിൽ നിസ്കരിച്ചാൻ വരുന്നത്, അള്ളാനെ പേടിച്ചിട്ട് തന്നെ വരുന്നത്. പക്ഷെ അള്ളാനെ പേടിച്ചതിന്റെ ഒപ്പം തീ പേടിയുണ്ട്. ആ പേടിയാണ് കൂടുതലാവുന്നത്. അതാണ് സുലൈമാനിൽ പഠിപ്പിച്ചതാ. അത്ര ആ സംഗതിയെ പഠിപ്പിച്ചത്. മൂപ്പർക്ക് ആരും പേടിയില്ല. മൂപ്പരുടെ ജീവിതം അങ്ങനെ തന്നെയാണ്. ആരും പേടില്ല. അള്ളാഹുവിനെ സംബന്ധിച്ച് യഥാ സൂഫിമാരുടെ പ്രത്യേകത അള്ളാഹിനെ പറ്റിയുള്ള ഭയ ഓരോ ഉള്ളിലുണ്ടാകുക. അപ്പൊ പിന്നെ ബാക്കിയുള്ളവരാരും പേടിയുണ്ടാവില്ല. പിന്നെ ഒരിക്കൽ മൂപ്പര് വീട്ടില് ഭാര്യ ഇങ്ങനെ ഇടക്കിടക്ക് ഇറങ്ങി പോകും പുറത്തേക്ക്. അപ്പൊ ഒരു ദിവസം മൂപ്പര് ഭാര്യയോട് പറഞ്ഞു ഞാൻ ഇല്ലാത്ത സമയത്തേക്ക് അങ്ങോട്ടോട്ട് പോരുതേ. അങ്ങനെ ഒരു ദിവസം മൂപ്പര് എവിടെ പോയിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഭാര്യ ദൂരെ എവിടെ പോയി വരുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടപ്പോ മൂപ്പര് ചെറിയൊരു പേരെയാണ്, ചെറിയ കൂരല്ലേ, അങ്ങനെ തീപ്പെട്ടിക്കുള്ളി എഴുതിയിട്ട് പേരക്കാണ് തീ കൊടുത്തു. പിന്നെ എനിക്ക് പള്ളി മറ്റൊക്കെ ഉണ്ട്, എനിക്കല്ലേ വീടുണ്ട്, എനിക്ക് എഴുതി നടക്കണമെങ്കിൽ പിന്നെ വീട് ആവശ്യമില്ലല്ലോ പറഞ്ഞ് തീ കൊടുത്തു. അതിന് മുമ്പ് പോലീസ് പിടിച്ചുകൊണ്ടിട്ട് എസ് ചോദിച്ചിട്ടുള്ളതിനെ പേരക്ക് തീ കൊടുത്തു ചോദിച്ചു. എന്താ നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നത് കാരണം ഇതിനെന്താ ചോദിക്കുന്നത് ചോദിച്ചു. പേരക്ക് തീ കൊടുക്കലാണ് ആദ്യം ഉണ്ടാക്കുന്നത്, പേരുണ്ടാക്കൽ ആദ്യം ഉണ്ടാക്കുന്നത് ചോദിച്ചു. പേരുണ്ടാക്കലിനെ ആദ്യം ഉണ്ടാക്കുന്നത്. അപ്പൊ പിന്നെ നിങ്ങൾ ആദ്യം ചോദിക്കേണ്ടത് എന്താ? പേരെന്തിനെ ഉണ്ടാക്കിയെന്നല്ലേ ചോദിക്കേണ്ടത് ചോദിച്ചു. നിങ്ങൾ എന്തിനെ പേരുണ്ടാക്കി ചോദിച്ചു കഴിഞ്ഞാൽ തീ കൊടുക്കാൻ ഉണ്ടാക്കിയതാണ്. മൂപ്പരിക്കെന്ത് പോലീസാ, മൂപ്പരിക്കെന്ത് എസ് ഐ? അള്ളാനെ പറ്റിയുള്ള വിചാരം പേടിയുള്ള ആൾക്കാർ അങ്ങനെ ഇരിക്കുകയും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസം ഈമാൻ എന്നൊക്കെ പറഞ്ഞാല് അള്ളാഹു നമ്മുടെ ഒപ്പുണ്ട്, എന്റെ മുമ്പിലുണ്ട് എന്നൊക്കെയുള്ള ആ ചിന്ത ഉണ്ടാവും. ആ ചിന്ത വളർത്തൽ അതിന് അള്ളാനെ പറ്റി പരിചയമാണ്. അള്ളാനെ പറ്റി എങ്ങനെ പരിചയം ഉണ്ടാവുക? അള്ളാനെ പറ്റി പരിചയപ്പെടാൻ അള്ള പറഞ്ഞു നിൽക്കുന്നത് എന്താണ്? നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് നാം കാണിച്ചു കൊടുക്കുന്നു. ഫിലാഫാത്തി അന്തരീക്ഷത്തിൽ കാണിച്ചു കൊടുക്കുന്നു, ദിക്കുകളിലെല്ലാം കാണിച്ചു കൊടുക്കുന്നു. ഫി അൻഫുസിഹിം അവരവരുടെ സ്വന്തം ശരീരത്തിൽ കാണിച്ചു കൊടുക്കുന്നു. അള്ളാന്റെ ആയത്ത് നമ്മുടെ ശരീരത്തിലുണ്ട്. അള്ളാന്റെ ആയത്ത് ദിക്കുകളിലൊക്കെ ഉണ്ട്. ഖുർആനിൽ 6000 ആയത്തുള്ളൂ. പ്രപഞ്ചത്തിൽ 6000 അല്ല, 6 ലക്ഷം അല്ല, 6 കോടിയല്ല ആയത്തുള്ളൂ. ഖുർആനിൽ 6000 ആയത്തല്ലേ ഉള്ളൂ. ബാക്കിയൊക്കെ പ്രപഞ്ചത്തിന്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ നിറഞ്ഞു നിൽക്കല്ലേ അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ. പക്ഷെ നോക്കണ്ടേ, കാണണ്ടേ, മനസ്സിലാക്കണ്ടേ? അതിനെന്താ വേണ്ടത്? നമ്മളെ പറ്റി നമുക്കറിയാം. നമ്മളെ പറ്റി നമുക്ക് എന്താ അറിയാം? ആലോചിച്ച് നോക്കി. നമ്മളെ പറ്റി നമുക്ക് എന്താ അറിയാം? 50 വയസ്സായിട്ടുള്ള ഒരു കാരണവരോട് ചോദിക്കുക നിങ്ങളുടെ ശരീരത്തിൽ എത്ര ഓട്ടമുണ്ടെന്ന് ചോദിച്ചാലും മൂപ്പർക്ക് അതുവരെ ആലോചിച്ചിട്ടുണ്ടാവില്ല. നിങ്ങളുടെ ശരീരത്തിൽ എത്ര ദ്വാരമുണ്ട് എന്ന് ചോദിച്ചാലും മൂപ്പർ 1, 2, 3, 4, 5, 6, 7, 8 എണ്ണത് തൊള്ളോണ്ടാണ് തൊള്ളോടിയിട്ടുണ്ടാവുക. കാരണം എന്താ? അപ്പോ ഇത്ര 50 കൊല്ലം ഈ 9 ദ്വാരം സ്വന്തം ശരീരത്തിലുണ്ടാക്കി നമ്മൾ ചോദിക്കുന്നത് വരെ മൂപ്പര് ആലോചിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ സ്വന്തം ശരീരത്തെ പറ്റി ചിന്തിക്കണ്ടേ, അവനാനെ പറ്റി ചിന്തിക്കണ്ടേ? അവനാനെ പറ്റിയുള്ള ചിന്ത അല്ലെങ്കിൽ പിന്നെ നമ്മളെ മനസ്സിലാക്കണം. നമ്മൾ ഊട്ടിയേക്കും കൊടൈക്കനാലേക്കും അവിടെ ഇവിടെയൊക്കെ പോകും. അവനാന്റെ മുതോമ്പറോട്ട് കണ്ടിട്ടുണ്ടാവില്ല. നമ്മളെ മുതോമ്പറ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. നമ്മൾ ഊട്ടിയിലോ ഡൽഹിയിൽ ഹൈദരാബാദ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോകും. അപ്പൊ നമ്മളെ പറ്റി ഒന്ന് ചിന്തിക്കണ്ടേ? ഞാൻ ആരാണ്? എന്റെ ശരീരത്തെ പറ്റി ഞാൻ ചിന്തിക്കണ്ടേ? എന്റെ മനസ്സിനെ പറ്റി ചിന്തിക്കണ്ടേ? എന്റെ ഉത്ഭവത്തെ പറ്റി ചിന്തിക്കണ്ടേ? അങ്ങനെയാണ് ജീവിതത്തിന്റെ ലക്ഷ്യം യഥാർത്ഥത്തിലെ ജീവിതത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കണം. ഒന്നാമതായി ചെയ്യേണ്ടത് നമ്മൾ ഇന്നത്തെ നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നമ്മൾ പഠിപ്പിക്കണം എന്താ? കുട്ടികൾ പഠിക്കണം എന്താ? പലതും പഠിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ കുട്ടിക്ക് ജീവിതത്തിന്റെ ലക്ഷ്യത്തെ പറ്റി അറിയോ? നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മൾ ഇത്തരത്തിലുള്ള മതകേന്ദ്രങ്ങൾ ഇവിടെ ഖുർആൻ ക്ലാസും മറ്റൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഇത്തരത്തിലുള്ള സദസ്സിൽ വരാതിരിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സദസ്സിൽ വരാതെ വിദ്യാഭ്യാസം നേടിയപ്പോൾ നേരത്തോടെ സൂചിപ്പിച്ചല്ലോ, അഭ്യസ്തവിദ്യരായിട്ടുള്ള ആൾക്കാരെ ഒരു നല്ലോണം പഠിച്ചിട്ടുണ്ട്, ഡോക്ടറായിട്ടുണ്ട്, എഞ്ചിനീയർ ആയിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും ജീവിതം എന്താണ്, ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. ജീവിതത്തിന്റെ ലക്ഷ്യം അറിയാത്തതുകൊണ്ടല്ലേ ചെക്കന്മാരിങ്ങനെ നടക്കുന്നുണ്ടാവും. ചുവടിൻ്റെ ഉള്ളിൽ ഒരു പാട്ട് കുത്തി തിരികെ ചുവട് എൻഗേജ്, കണ്ണിന്റെ മുമ്പിൽ കമനീയമായ മൊബൈൽ കാഴ്ച, കണ്ണെയ്യിൽ തൊള്ളൻ്റെ ഉള്ളിൽ പാൻപരാഗോ ചുരുക്കൊക്കെ തിരിച്ചിട്ട് തൊള്ളി എൻഗേജ്. എല്ലാ ഓട്ടയിൽ കൂടി ഒരേ സമയത്ത് സുഖം ഇങ്ങനെ കിട്ടണം. തൊള്ളയിൽ കൂടിയും കിട്ടണം, കണ്ണിൽ കൂടിയും കിട്ടണം. അങ്ങനെ സുഖം കിട്ടുക എന്നുള്ളതല്ലാതെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തതുകൊണ്ടല്ലേ യഥാർത്ഥത്തിൽ എന്താ ജീവിതത്തിന്റെ ലക്ഷ്യം? 3 ചോദ്യം ചോദിച്ചാലാ ജീവിതത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കാൻ പറ്റുക. അത് മെഡിക്കൽ കോളേജിൽ പോയാൽ കിട്ടില്ല, എഞ്ചിനീയറിംഗ് കോളേജിൽ പോയാൽ കിട്ടില്ല, എവിടെ പോയാലും കിട്ടില്ല. 3 ചോദ്യത്തിന്റെ ഉത്തരം കിട്ടണം. ഒന്നാമത്തെ ചോദ്യം എന്താണ്?
അപ്പം ഞാൻ ഇങ്ങോട്ട് വരികയാണെങ്കിലും ഇങ്ങോട്ട് വരുന്ന സമയത്ത് പിന്നെ ഇവിടുത്തെ ഈ സ്ഥാപനത്തെ പറ്റി ഒന്നും എനിക്ക് അറിയില്ലാന്ന് വെച്ചാൽ, ഈ നാടിനെ പറ്റി സ്ഥാപനത്തെ പറ്റി ഇത്തരം കാര്യങ്ങളെ പറ്റി നാടിനെ പറ്റി എനിക്ക് പരിചയമില്ല എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ദൂരം വന്ന ആളിങ്ങനെ നിൽക്കും. നിന്നുകാണ്ട് ഞാൻ ചോദിക്കും, ഒരാളോട് ചോദിക്കും, നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലം എവിടെ ആ സ്ഥലത്തെ പറ്റി ചോദിക്കും. അപ്പോൾ ചോദിക്കുമ്പോൾ ചെറുപ്പക്കാരൊക്കെ ആണെങ്കിൽ അതിലെ പോയാൽ മതി എന്ന് പോകും. അതേസമയത്ത് കുറച്ചൊരു മുതിർന്ന ഒരാളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എവിടുന്നാന്ന് വരും, ഒന്നാമത്തെ ചോദ്യങ്ങൾ എവിടുന്നാന്ന് വരും. അപ്പോൾ ഞാൻ എന്നെ സ്ഥലത്താണ്, കുറച്ച് ദൂരത്താണ്, കർക്കിടാകുന്ന സ്ഥലത്താണ് വരുന്നത്. എന്തിനാപ്പാണ്ട് പോകണത്? അപ്പോൾ ഞാൻ പറയും പിന്നെ അവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ട്, പിന്നെ ഖുർആൻ സ്റ്റഡീസിൻ്റെ വാർഷികം നടക്കുന്നുണ്ട്, ആ വാർഷികത്തിൽ കുറച്ചുകൂടെ പ്രസംഗിക്കാൻ വേണ്ടി പോവുകയാണ്. പ്രസംഗിക്കാനോ? ആ പ്രസംഗിക്കാൻ. നിങ്ങളോ? ആ ഞാൻ തന്നെ കണ്ടപ്പോൾ അങ്ങനെ തോന്നിയില്ല. ആയിക്കോട്ടെ, ഏതായാലും അത് കഴിഞ്ഞാൽ ഒന്ന് മടങ്ങും, അതവിടെ കൂടുമോ? കഴിഞ്ഞാൽ മടങ്ങും, എനിക്ക് കൂടാൻ നേരമില്ല, നിങ്ങൾ ക്ലാസ് വെക്കണ്ടായില്ലേ, മടങ്ങണ്ടായില്ലേ. അപ്പോൾ എന്നോട് എന്നെ പരിചയപ്പെടാൻ വേണ്ടി 3 ചോദ്യം ചോദിച്ചത്. ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ എവിടുന്നാണ്, രണ്ടാമത്തെ ചോദ്യം എന്തിനാണ്, മൂന്നാമത്തെ ചോദ്യം കഴിഞ്ഞാൽ പിന്നെ എന്താണ്. ഈ 3 ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തണം. നമ്മുടെ ജീവിതത്തെ പറ്റി നമ്മളെ പറ്റി നമ്മൾ ചോദിക്കണം. ഞാൻ എവിടുന്നാണ് വന്നത്, ഞാൻ എന്തിനാ വന്നത്, ഞാൻ കഴിഞ്ഞാൽ പിന്നെ ഇനി എവിടുക്ക പോവുക. ഈ 3 ചോദ്യത്തിൻ്റെ ഉത്തരം മനസ്സിലാക്കുക ജീവിതത്തിൻ്റെ ഒന്നാമതായി ചെയ്യേണ്ടത്. അത് മെഡിക്കൽ കോളേജിൽ പോയാൽ കിട്ടില്ല, എഞ്ചിനീയറിംഗ് കോളേജിൽ പോയാൽ കിട്ടില്ല, എവിടെ പോയാലും കിട്ടില്ല. മതകേന്ദ്രത്തിൽ വരണം, മതസ്ഥാപനത്തിൽ വരണം. ഇത്തരത്തിലുള്ള ഖുർആനായിട്ടൊക്കെ ബന്ധപ്പെട്ടെങ്കിൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അറിയുള്ളൂ. ഒന്നാമത്തെ ചോദ്യം ഞാൻ എവിടുന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് തസവ്വുഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുഷ്ഠാനങ്ങളെ ആസ്വാദനമാക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന അനുഷ്ഠാനങ്ങളൊക്കെ അനുഭൂതികളായി ആക്കിയിട്ട് മാറ്റുന്ന തസവ്വുഫിൽ കൂടിയാണ്. മറ്റൊരു അനുഷ്ഠാനം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ആത്മീയമായിട്ടുള്ള അനുഭൂതി കിട്ടാത്തത് കൊണ്ടാണ് ഈ കുട്ടികളൊക്കെ ഇതിലേക്ക് പോണത്. യമനിൽക്കും മറ്റേ അഫ്ഗാനിസ്ഥാനിൽക്കും ഒക്കെ പോകേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ശരിക്ക് ഇബാദത്തിന്റെ അനുഭൂതി കിട്ടാത്തത് കൊണ്ടാണ്. ഈ അനുഭൂതി പ്രദാനം ചെയ്യുന്നത് തസവ്വുഫിലൂടെയാണ്. അള്ളാഹുവിനെ പറ്റി ശരിയായ ജ്ഞാനം നൽകി കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന്റെ പ്രസൻസ്, അവന്റെ സാന്നിധ്യം അനുഭൂതി പകരും. നമ്മൾ വജ്ജത്ത് പോകുന്ന സമയത്ത് വജ്ജത്തിൽ തന്നെ പറയുന്നുണ്ടല്ലേ, ഇന്ന സലാത്തും മഹിയായ റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു. ഇത് പറയുന്ന സമയത്ത് ഞാൻ ജീവിക്കണവും മരിക്കണവും അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ആരോടാ അത് പറയാം? ഞാൻ ജീവിക്കുന്നതും മരിക്കുന്നതും നിനക്ക് വേണ്ടിയിട്ടാണ്, നമ്മൾ സ്നേഹിക്കുന്നവരോടല്ലേ പറയാം. അപ്പൊ അള്ളാഹുവിനോടുള്ള മഹബത്ത്, അതാണ് തൗഹീദിന്റെ തന്നെ, തൗഹീദിൽ കൂടിയുള്ള അള്ളാഹുവിനെ പറ്റിയുള്ള അന്വേഷണത്തിൽ കൂടി നമ്മൾ എത്തിച്ചേരുന്നത് കൊടുക്കാം. മൻ ത്വലബനി വജദനി വമൻ വജദനി അറഫനി വമൻ അറഫനി അഷിഖനി വമൻ അഷിഖനി അഷിഖ്തുഹു വമൻ അഷിഖ്തുഹു ഖതൽതുഹു വമൻ ഖതൽതുഹു ഫാദൈതുഹു. മൻ ത്വലബനി വജദനി, എന്നെ അന്വേഷിച്ചവൻ എന്നെ കണ്ടെത്തുന്നു. അല്ലാഹു തആല പറയാ ഖുദ്സിയ ഹദീസിൽ കൂടി, മൻ ത്വലബനി വജദനി, എന്നെ അന്വേഷിച്ചവൻ എന്നെ കണ്ടെത്തുന്നു. വമൻ വജദനി അറഫനി, എന്നെ കണ്ടെത്തിയവൻ എന്നെ അറിയുന്നു. വമൻ അറഫനി അഷിഖനി, എന്നെ അറിഞ്ഞവന് എന്നിൽ അനുരാഗമുണ്ടാകുന്നു. വമൻ അഷിഖനി അഷിഖ്തുഹു, എന്നിൽ അനുരാഗമുള്ളവനോട് ഞാനും അനുരക്തനാവുന്നു. വമൻ അഷിഖ്തുഹു ഖതൽതുഹു, ഞാൻ ആരോട് അനുരാഗം വെച്ച് പുലർത്തുന്നുവോ അവനെ ഞാൻ വധിക്കുന്നു, അവന് പിന്നെ പോണ്ടാവില്ല. വമൻ ഖതൽതുഹു ഫാദൈതുഹു, അങ്ങനെ ഞാൻ വധിച്ചവനെയാണ് യഥാർത്ഥത്തിൽ ഞാൻ മുക്തി നൽകി മോക്ഷം നൽകിയിരിക്കുന്നത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ അറിയുന്നതിന്റെ സ്റ്റെപ്പുകളായി പറഞ്ഞത്, ഒന്നാമത് നമ്മൾ അള്ളാഹുവിനെ അന്വേഷിക്കണം. എവിടെ അന്വേഷിക്കണം? നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമ്മുടെ സ്വന്തം ശരീരത്തിലും പ്രപഞ്ചത്തിലും എല്ലായിടത്തും അള്ളാഹുവിനെ അന്വേഷിക്കണം. അന്വേഷിച്ച് അള്ളാഹിനെ കണ്ടെത്തണം. എന്നിട്ട് അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടുണ്ടാവും അള്ളാഹിനോട്, അനുരാഗമുണ്ടാവും അള്ളാഹുവിനോട്. ആ അനുരാഗം നമ്മുടെ സ്വന്തം വ്യക്തിത്വത്തെ തന്നെ മറക്കുന്നതിലേക്ക് എത്തിക്കാം. അല്ലേ? പാട്ടിലൊക്കെ പറയലുണ്ടല്ലോ, എന്താ मैं दुनिया बुला दूंगा तेरी चाहत में. കേട്ടില്ലെങ്കിൽ ഹിന്ദി പാട്ട്, मैं दुनिया बुला दूंगा तेरी चाहत में. നിന്നെ വിചാരിച്ചുകൊണ്ട് ഞാൻ ദുനിയാവ് മറക്കുകയാണ്. मैं खुद को मिठा दूंगा तेरी चाहत में. എന്നെ വിചാരിച്ചുകൊണ്ട് ഞാൻ എന്നെ മറക്കുകയാണ്. അപ്പൊ എന്നെ മറക്കുന്നു, ദുനിയാവ് ഞാൻ മറക്കുന്നു. ആരെ വിചാരിച്ചിട്ട്? ഓളെ വിചാരിച്ചിട്ട് നാം പാട്ടി പറയുന്നത്. ഇത് അള്ളാനെ വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. എത്ര ഓളെ വിചാരിച്ചാണ് മറക്കുന്നത്? ഓളെ പഠിച്ചുണ്ടാക്കിയതല്ലേ? ഏതാണെങ്കിലും ശരി, എത്ര സുന്ദരമായ വസ്തുക്കൾ കാണുകയാണെങ്കിലും അള്ളാന്റെ കൈവിലേക്ക് എത്തണം. അപ്പൊ നാള് ഇവിടെ കണ്ണൂരല്ലേ മറഡോണ ഇപ്പൊ നമ്മളൊക്കെ നാട്ടിൽ നിന്നൊക്കെ പാടെ കൂടി വണ്ടിയും ബസ്സും ഒക്കെ പിടിച്ചു കാണാൻ ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ണൂര്. എന്തിനാ കണ്ണൂർക്ക് പോകുന്നത്? മറഡോണയെ കാണാൻ. എന്താ മറഡോണക്കുള്ള പ്രത്യേകത? പന്തളിച്ചാൻ വയ്ക്കും, ഞമ്മക്കും വയ്ക്കും. നമുക്ക് വയ്ക്കൂലേ പന്തളിച്ചാൻ? നമുക്കും വയ്ക്കും. നമ്മളെക്കാളും ഒരു സാറായിട്ട് തട്ടാൻ വയ്ക്കും എന്നാണ് നമുക്ക് മുമ്പിലേക്കുള്ള പ്രത്യേകത.
അപ്പോ അത് വിചാരിച്ചാണ്ട് വിചാരിച്ചാണ് മറഡോണ അടിക്കണ എല്ലാ അടി ഗോൾ പോസ്റ്റിൽ പോയി ഗോളാകല. ഇടയ്ക്കൊക്കെ ഗോൾ പോസ്റ്റിൽ പോകുന്നൊരു ഓടി പിടിച്ചിട്ടില്ലെങ്കിൽ ഗോളാവും. ഇതൊക്കെ തന്നെ നമ്മളാവും ഗോളുണ്ടാകുക. എന്നിട്ട് ആ മറഡോണയെ കാണാൻ വേണ്ടി നാട്ടിലൊക്കെ പാടെ കൂടിയിട്ട് വണ്ടിയും ബസ്സൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങോട്ട് കണ്ണൂർക്ക് വരണം. വരണ്ടാന്നല്ലേ പറയുമ്പോൾ വന്നോട്ടെ. പക്ഷെ മറഡോണയെ കാണുന്ന സമയത്ത് എന്താ ചിന്തിക്കേണ്ടത്? ഈ മറഡോണയ്ക്ക് കളിക്കാനുള്ള സ്കില്ല് കൊടുത്തതിന്റെ റബ്ബ, ഈ മറഡോണയ്ക്ക് കളിക്കാനുള്ള കയ്യും കാര്യം കൊടുത്തതിന്റെ റബ്ബ, മറഡോണയെ പഠിച്ചു റബ്ബ, അവന് കളിക്കാനുള്ള പന്ത് കൊടുത്ത് റബ്ബ, ഗ്രൗണ്ട് കൊടുത്ത് റബ്ബ. മറഡോണയെ കാണണം, പക്ഷെ മറഡോണി തങ്ങരുതേ, മറഡോണി കൂടി അള്ളാഹുവിലേക്ക് എത്തണം. ഐശ്വര്യറായി കണ്ടോളി ഒരു വട്ടമൊക്കെ നഗര വാഹിദ് നമുക്ക് അനുവദനീയല്ലേ? ഒറ്റ നോട്ടം തങ്ങാൻ പാടില്ല. പടച്ചോനെ ഈ ജാതി പെണ്ണിനെ ഇജ്ജ് പഠിച്ചതല്ലേ, ഓളെ കണ്ടാലും ഓളിക്കൂടി അള്ളാഹുവിലേക്ക് എത്തണം. ഈ സുന്ദരിയെ പഠിച്ചത് എന്റെ റബ്ബല്ലേ. ഏത് കാഴ്ച നമ്മൾ കാണുന്ന സമയത്ത് വായിക്കൂടി അള്ളാഹുവിലേക്ക് എത്തേണ്ടത്. അങ്ങനെ അള്ളാഹുവിലേക്ക് എത്തുന്ന ഒരു സ്ഥിതി നമുക്കുണ്ടാവുമ്പോൾ എപ്പോഴും അള്ളാഹ് നമ്മൾ ഒപ്പുണ്ടാവും. അപ്പൊ നമുക്ക് ധൈര്യം ഉണ്ടാവും. ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചു, പ്രസംഗത്തിൽ സൂചിപ്പിക്കണ്ട, ഇവിടെ പിന്നെ എന്താ മുസ്ലിം വ്യക്തി നിയമം അല്ലെ, എല്ലാവരുടെയും വ്യക്തി നിയമം ഒന്നാക്കുകയാണ്. അതിനെപ്പറ്റിയുള്ള ഗവൺമെന്റ് ആലോചനയൊക്കെ നടത്തുകയാണ്. അപ്പൊ നമുക്ക് വേജാറും പേടിയൊക്കെ ഉണ്ടാവുക. ഒരു വേജാറും പേടിയും വേണ്ട. കാരണം എന്താ വെച്ചാൽ അതിനെയും മറികടക്കാൻ പറ്റും. അള്ളാഹിനോടുള്ള അടുപ്പം നമുക്കുണ്ടായാലും, അള്ളാഹിനോടുള്ള അടുപ്പുണ്ടായാലും ഓരോട് പറഞ്ഞവും കേൾക്കൂലേ. അദ്വാഹു സിലാഹുൽ മുഅ്മിനീന, വിശ്വാസിയുടെ ആയുധമാണ് പ്രാർത്ഥന. പടച്ചവനോട് പറഞ്ഞാൽ പടച്ചവൻ കേൾക്കും. മോടിപ്പേടിയുള്ള എന്നാൾ ഓരോന്ന് പറഞ്ഞ മോടിപ്പേടിയുള്ളവർക്ക് ചെല്ലാനൊരു ദുആ പഠിപ്പിച്ചു, ഒരു പ്രാർത്ഥന, ഒരു മന്ത്രം. എന്താണ്? ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തൂത്തിൽ മുൽക മൻ തശാ വ തൻസിഉൽ മുൽക അമ്മൻ തശാ വ തുഇസ്സു മൻ തശാ വ തുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ മന്ത്രം ചൊല്ലേണ്ടത് എന്താ? ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി, ആധിപത്യത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവേ. ആധിപത്യം ആരുടേത്? അള്ളാഹിന്റെ ആധിപത്യം. ബാക്കിയുള്ളവരേറ്റവും വലിയ ആധിപത്യമുണ്ട്, അധികാരമുണ്ടോ? നമ്മളൊക്കെ വിചാരം ഗവൺമെന്റ് ഉദ്യോഗം കിട്ടുമ്പോഴേക്ക് ഭയങ്കര വലിയൊരു കാര്യം തോന്നും. കാരണം ഗവൺമെന്റിന് അധികാരമുള്ളതുകൊണ്ടേ. യഥാർത്ഥത്തിൽ ഗവൺമെന്റിന് എന്താ അധികാരമുള്ളത്? നമ്മുടെ നാട്ടിൽ വോട്ട് ചെയ്യുമ്പോഴാണ് അധികാരമില്ലേ? കുറച്ച് 5 കൊല്ലം മുമ്പ് എല്ലാവരും പാടെ കൂടിയിട്ട് ഉമ്മൻചാണ്ടിക്ക് വോട്ട് ചെയ്തു, മുഖ്യമന്ത്രിയായി. പിന്നെ നാട്ടിൽ വോട്ട് ചെയ്തില്ല, മുഖ്യമന്ത്രി അല്ലാതായി. പിന്നെ പിണറായി വിജയനാണ് കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്തു, മുഖ്യമന്ത്രിയായി. മനുഷ്യന്മാർ കൊടുത്തിട്ടുണ്ടാകുന്ന അധികാരമല്ലേ? ഒരിടത്തും വല്ല അധികാരമുണ്ടോ? ആരടുത്തും ഒരു അധികാരമല്ല, ആരടുത്തും ഒരു അധികാരമില്ല. അധികാരം അള്ളാഹിന്റെ അടുത്തുള്ളതേ. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽകു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എന്തിനും പ്രാപ്തനായിട്ടുള്ളവൻ, അധികാരം കയ്യിലുള്ളവനാ. അപ്പോ അത് അള്ളാഹിനെ പറ്റി അള്ളാഹിന്റെ അടുത്ത് അധികാരമുള്ളത്, ബാക്കിയുള്ളവർക്ക് ആർക്കും അധികാരമില്ല. ബാക്കിയുള്ളവരുടെ അധികാരത്താ വേറുള്ളവർ കൊടുത്തിട്ടുണ്ടാകുന്ന അധികാരം. അപ്പൊ യഥാർത്ഥത്തിൽ അധികാരം അള്ളാഹുവിന്റെ കയ്യിലുള്ളത്. അങ്ങനെ ആധിപത്യത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവെ തൂത്തിൽ മുൽക മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അധികാരം നൽകുന്നു. തൻസിഉൽ മുൽക മിമ്മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ അത് എടുത്തു മാറ്റുന്നു. അള്ളാഹു തആലയൊക്കെ കൊടുക്കണതേ. നരേന്ദ്രമോദിക്ക് പിന്നെ ഭരണം കൊടുത്തത് ആരാ? പടച്ചവൻ കൊടുത്തതിനെ. മുമ്പ് കോൺഗ്രസ് മൻമോഹൻ സിംഗ് ആവും പടച്ചവൻ കൊടുത്തതിനെ ഒക്കെ പടച്ചവൻ തന്നെയല്ലേ ചെയ്യണത്. അപ്പൊ ആധിപത്യത്തിന്റെ സ്രോതസ്സും ഉടമസ്ഥനും അള്ളയാണ്. ആ അള്ളാഹിനോടെ നമ്മൾ പറയുന്നത്, പടച്ചവനെ ഈ ഞങ്ങളെ അധികാരം അല്ലെ, നീ ഞങ്ങളുടെ വലാത്തുസല്ലിത്ത് അലൈനാ മൻ ലാ യർഹമുന, ഞങ്ങളോട് കരുണ കാണിക്കാത്തവർക്ക് നീ ഞങ്ങളുടെ പേര് അധികാരം കൊടുക്കരുത്. ഇതൊക്കെ പടച്ചവനോട് പറയുമ്പോൾ എവിടുന്ന് വരണം? മനസ്സിന്ന് വരണം. അപ്പൊ നല്ല ഉത്തരം ഉണ്ടാവും. അല്ലെ, മുമ്പ് മഴയില്ലാത്ത സമയത്ത് മഴയില്ലാതെ ഭയങ്കര വരൾച്ച. അപ്പൊ ഒരു പ്രദേശത്ത് നല്ല സൂഫിയനായിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അദ്ദേഹം ആൾക്കാരൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, നമുക്കൊന്ന് ദ്വാരക്കം സലാത്തുൽ ഇസ്തിസ്ഖാവൊക്കെ നടത്തിയിട്ടൊന്ന് ദ്വാരക്ക പഠിച്ചുകൊണ്ട്. എല്ലാവരും വന്നാണ് നല്ല നിസ്കാരവും കഴിഞ്ഞാണ് പ്രാർത്ഥന കണ്ണീരൊഴിപ്പിച്ചിട്ട് അമ്മാനോട് പ്രാർത്ഥിച്ചു. മഴ പെയ്തിട്ട് ആർക്കും പിന്നെ പോകാൻ പറ്റണില്ല. എല്ലാവരും പള്ളിയിൽ കുടുങ്ങിയപ്പോൾ ഒരു കാരണവരുണ്ട് കൊടയിൽ വീട്ടിൽ പോകണേ. അപ്പൊ കാരണങ്ങളോട് ചോദിച്ചു, നിങ്ങളിപ്പോ എന്റെ കൊടയേറ്റ് പോകുന്നത് ചോദിച്ചു. അള്ളഹാനോട് ചോദിച്ചാൽ ഒന്ന് തരും എന്നുള്ള വിശ്വാസം എനിക്ക്. അവിടെ ഞാൻ കൊടയേറ്റ് പോകുന്നു, ഇങ്ങൾക്കൊന്നും ആ വിശ്വാസം നിങ്ങൾ കൂടെ അല്ലാതെ പോകുന്നു. അപ്പൊ എന്താ? മഴ പെയ്ത ആ കാരണങ്ങളുള്ളതുകൊണ്ടേക്കാണ്. എന്നുവെച്ചാല് പടച്ചവനോട് പറഞ്ഞാൽ കേൾക്കുന്നുള്ള വിശ്വാസം അപ്പം ഉണ്ടാവും. നമുക്ക് അള്ളാഹുവിനുള്ള വിശ്വാസത്തിന്റെ ഭാഗ ദൃഢമായിട്ടുള്ള വിശ്വാസം ഉണ്ടാകുമ്പോൾ അവനോട് ചോദിച്ചാൽ കേൾക്കും. നമ്മൾ പറഞ്ഞാൽ കേൾക്കും, ഒരു ശക്തിയും വരുന്നല്ല എന്നുള്ള ആ തോന്നൽ ആർക്കുണ്ടാവും? അതാണ് അള്ളാഹിനെ പറ്റിയുള്ള അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള യഥാർത്ഥ വിശ്വാസമൊക്കെ ഉള്ളവർക്കുണ്ടാവുക. അത് നമ്മളെ ഇബാദത്തിൽ കൂടി, അതാ തസ്വൂഫ്, ഇബാദത്തിൽ കൂടി അനുഭൂതി ഉണ്ടാവും. നിസ്കരിക്കുന്ന സമയത്തെ നമ്മുടെ മനസ്സിൽ പലവോട്ട് ചെയ്യാറ് അല്ലേ. നാളെ PSC ടെസ്റ്റാണ്. PSC ടെസ്റ്റിന് പോകാൻ വേണ്ടിയിട്ട് നേരത്തെ സുബഹിസ്കാരം നിസ്കരിച്ചുകൊണ്ട് അല്ലാഹു അക്ബർ നിസ്കാരത്തിന് തക്ബീർ കിട്ടിയതിനു ശേഷം പടച്ചോനെ എന്തൊക്കെ ചോദ്യം ഈ പത്രസമാവാത്തികളിലുള്ള എന്തൊക്കെ ചോദ്യം പാലാക്ക് വരിക ഒക്കെ PSC ടെസ്റ്റ് മനസ്സിലാക്കി.
കാരണം ഓന്റെ ഉള്ളിൽ അവളെയല്ല PSC ടെസ്റ്റാണ് വരുന്നേ. അതേപോലെ ഓരോന്നിനും പോണ സമയത്തും പഠിച്ചോനല്ല മനസ്സിലുണ്ടാവുന്നത്, നമ്മളെന്താ ലക്ഷ്യം എന്ന് വെച്ചാൽ അതാ മനസ്സിലുണ്ടാവുന്നത്. അപ്പൊ ദുനിയാവിനെ നമുക്ക് മനസ്സിൽ നിന്നാണ് ഒഴിവാക്കാൻ പറ്റണം. അതാതുമേ പുതുപ്പൂമിട്ടാതു പറഞ്ഞേ, ഞാൻ എന്നെ തന്നെ ഒഴിവാക്കുന്നു, ദുനിയാവിനെ തന്നെ മറക്കുന്നു, തേരി ചാഹത്തിന് ഏതോളോടല്ല പറയുന്നത്, അള്ളാനോട് പറയണത്. അങ്ങനെ പഠിച്ചവനുള്ള ഇഷ്ടവും സ്നേഹവും ഉണ്ടാവുമ്പോൾ നമുക്ക് നല്ല സുഖം ഉണ്ടാവും. നിസ്കരിക്കുന്ന സമയത്ത് വല്ലാത്ത രസം ഉണ്ടാവും, നിർത്താൻ തോന്നില്ല. നമുക്ക് പ്രിയപ്പെട്ടവരെടുത്ത് നമ്മൾ പോയി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നീച്ചു പോകാൻ തോന്നുമോ? നമ്മൾ നല്ല മനോഹരമായ ഒരു കാഴ്ചയെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് നിർത്തിപ്പോകാൻ തോന്നുമല്ലോ. നമുക്ക് ഇഷ്ടപ്പെട്ടവരെടുത്ത് ഇരിക്കുന്ന സമയത്ത് നമുക്ക് നല്ല ആനന്ദം, മനസ്സിന് നല്ല ആനന്ദം ഉണ്ടാവുക. അള്ളാഹിനെടുത്തിരിക്കുന്ന സമയത്ത് അസ്വസ്ഥത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈമാൻ പൂർത്തിയല്ല തന്നെ നൃത്തം. നമുക്കാണ് സാഹി വര്യനായിട്ടുള്ള അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം നിസ്കരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ശ്രദ്ധ, അദ്ദേഹത്തിന് നല്ല മുന്തിയ തോട്ടം ഉണ്ടായിരുന്നു. ആ തോട്ടത്തിന്റെ നേരെ ശ്രദ്ധ പോയി. കുറച്ചു നേരം ഒരൊറ്റ നോട്ടം ഇങ്ങനെ നോക്കി. പക്ഷി പരവാദികളൊക്കെ വന്നിട്ട് പഴങ്ങളൊക്കെ കുത്തിപ്പൊറുക്കി കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അവിടേക്ക് ഇങ്ങനെ നോക്കി മുമ്പിൽ. അങ്ങനെ വീണ്ടും ഞാൻ നിസ്കാരത്തിലാണല്ലോ എന്ന് ആലോചിക്കാണ്ട് ശ്രദ്ധ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നു. അങ്ങനെ ശ്രദ്ധയെ അവിടെ പിടിച്ച് അമർത്തി അവിടെ നിർത്തി. പിന്നെ നിസ്കാരത്തിന് ശ്രദ്ധ വെറുതെ പോയില്ല. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്കൊരു തോട്ടമുണ്ട്. ആ തോട്ടം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തോട്ടം, ഏറ്റവും വരുമാനം നേടിത്തരുന്ന തോട്ടമാണ്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും ആ തോട്ടം എൻ്റെ നമസ്കാരത്തിൽ നിന്ന് അല്പസമയത്തേക്കുള്ള ശ്രദ്ധ തട്ടിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ തോട്ടം ഞാൻ അബൂതലേക്ക് വേണ്ട, നിങ്ങൾ എന്താ വെച്ചാൽ കാട്ടിക്കൊള്ളുന്നത് അല്ലേ? ഒരു നമസ്കാരത്തിൽ നിന്ന് അല്പസമയത്തെ ശ്രദ്ധ തോട്ടം ഒന്ന് തട്ടിയെടുത്തപ്പോഴേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും വരുമാനം നേടിക്കൊടുക്കുന്ന തോട്ടമായിട്ടും ആ തോട്ടം ഒഴിവാക്കാൻ തയ്യാറായി. കാരണം നിസ്കാരം വലിയതാണ്, അള്ളാനെ അറിഞ്ഞില്ലേ. അള്ളാനെ അറിഞ്ഞ ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവുക. നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് അള്ളാഹു തക്ബീറും കെട്ടിയതിനെ എന്തൊക്കെ വിചാരിക്കും, പല വിചാരം. നമ്മളെ അലിയാക്കാരെയും വരുവാനൊരു വാച്ച് കൊടുത്തു ഗൾഫിന്. ആ വാച്ച് നല്ല പൊന്നിന്റെ നിറമുള്ള വാച്ച്, അള്ളാഹു ഒരു നോട്ടം. എന്നിട്ട് ഇങ്ങനെ അമർത്തി കുടിച്ച് നിസ്കാരത്തിലാണല്ലോ വിചാരിച്ചു. പിന്നെ റുക്കുവിൽക്കാർക്ക് ഒന്നും കൂടി നോക്കി, പിന്നെ എഴുത്താൽക്കാർക്ക് ഒരു നോട്ടം. ഇങ്ങനെ ഓരോ സമയത്തും നോക്കി, പലവട്ടം നോക്കി. ഈ നോട്ടം അല്ലാത്ത പിന്നെ നമുക്ക് ആലോചിച്ച് നോക്കുമ്പോൾ നിസ്കാരത്തിൽ ആകെ ഇരുപറ്റുള്ള ആലോചന. നമ്മൾ നിസ്കാരം കഴിഞ്ഞാൽ ഉസ്താദിനോട് എന്നിട്ട് പറയാം, അല്ല ഉസ്താദെ, പിന്നെ എനിക്കൊരു വാച്ച് മരവും കൊടുത്തതാണ്, നല്ല മുന്തിയ വാച്ച് തന്നെയാണ്, നല്ല രസമുണ്ട് കാണാൻ, നല്ല വിലയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടത്. പക്ഷെ എന്റെ നമസ്കാരത്തിൽ നിന്ന് പലപ്പോഴും ഈ വാച്ച് എന്റെ ശ്രദ്ധ തട്ടിയെടുത്തിരിക്കണു. അതുകൊണ്ട് ഈ വാച്ചിന് എനിക്ക് വേണ്ടാന്നാണ് ഉസ്താദിന്റെ ഇരിക്കൊണ്ട് ഇങ്ങോട്ട് ഏൽപ്പിക്കും നമ്മൾ. അഥവാ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നുള്ള നിസ്കാരമൊക്കെ അത് ആലോചിച്ചു അതിലാവും. അത്രയ്ക്ക് വേണ്ടിയില്ലാന്ന് ഞാനപ്പോൾ ആലോചിച്ചു. അപ്പൊ എന്താ വെച്ചാൽ അള്ളാനെ ശരിക്കും അറിയാത്തതുകൊണ്ട് അള്ളാനെ അറിയണതിന്റെ കൂട്ടത്തിൽ നമ്മൾ ആദ്യം അള്ളാന്റെ റുബൂബിയ്യത്ത് അറിയണം. അള്ളാന്റെ ഉലൂഹിയത്തിന്റെ മുമ്പ് റുബൂബിയ്യത്ത് അറിയണം. എന്തിനാ അള്ളാഹ്ക്ക് നമ്മൾ ഇബാദത്ത് കൊടുക്കണോ? അതാ അള്ളാഹു അക്ബറും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ബാങ്കി കൂടി പറയുമോ? അള്ളാഹു അക്ബർ പറയുമ്പോൾ അള്ളാഹുവിന്റെ സൈദ്ധാന്തികമായിട്ട് അള്ളാനെ മനസ്സിലാക്കി തരണേ. പിന്നെയാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ അള്ളാന്റെ റുബൂബിയ്യത്ത് എന്താ? റുബൂബിയ്യത്ത് എന്നാ നിസ്കരിക്കാൻ നോക്കുമ്പോൾ നമ്മൾ അള്ളാന്റെ റബ്ബ് ഇങ്ങനെ ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാ? വജ്ഹതു ഓതും അല്ലെ? അള്ളാഹു അക്ബർ കിട്ടിയതിന് ശേഷം പിന്നെ വജ്ഹതു വജ്ഹിയല്ലദീ ഫതറ സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബ് എന്ന് അനുസ്മരിക്കണേ. അത് കഴിഞ്ഞാൽ പിന്നെ ഫാത്തിഹ സൂറത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബിനെ അനുസ്മരിക്കണേ. റുകുവിൽ പോകണം സുബ്ഹാന റബ്ബിയൽ അസീം ബിഹംദിഹി, റബ്ബിനെ അനുസ്മരിക്കണേ. ഈതിദാലിക്ക് വന്നാൽ റബ്ബനാ ലക്കൽ ഹംദു എന്നുള്ള റബ്ബിനെ അനുസ്മരിക്കണേ. പിന്നെ വീണ്ടും സുജൂദിൽ പോകണം സുബ്ഹാന റബ്ബിയൽ അഅ്ല, റബ്ബിനെ അനുസ്മരിക്കണേ. ഇടയിലുള്ള ഇരുത്തത്തിൽ റബ്ബി ഗഫിർലി, റബ്ബിനെ അനുസ്മരിക്കണേ. റബ്ബ് 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 എന്നുള്ള വാക്കിനെ ആവർത്തിക്കണേ. എന്താ? അള്ളാനെ മനസ്സിലാക്കുന്ന സമയത്തും അള്ളാനെ ഓർക്കുന്ന സമയത്തും ഇലാഹു എന്നത് ഓർക്കുന്നതിന്റെ മുമ്പ് റബ്ബ് എന്ന് നമ്മൾ ഓർക്കണം. എന്നെ വളർത്തുന്നവൻ, എന്നെ ചെറുപ്പം മുതൽക്ക് നിങ്ങൾ ആലോചിച്ചാണ് മനുഷ്യന്മാരുടെ കുട്ടികളൊക്കെ ജനിച്ചു വരുന്ന സമയത്ത് നമ്മളെ സ്ഥിതി എന്താ അല്ലെ? ഒരു കോഴിക്കുട്ടിയാണെങ്കിൽ മുറുകിൽ നിന്ന് പുറത്തുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പി പറഞ്ഞാൽ പോകും. ഒരു പൈക്കുട്ടി ആട്ടുകുട്ടിയൊക്കെ ആണെങ്കിൽ ജനിച്ച് ഭൂമിക്ക് വന്നാൽ ഉടനെ തന്നെ ചാടി കളിച്ചാണ് തൂങ്ങിലെടുത്താണ് പോകും. മനുഷ്യന്റെ കുട്ടിയാണെങ്കിൽ അവിടെ കിടക്കുക തന്നെ, പോകാനും വെച്ച ഒന്നും വെച്ച അവിടെ കിടക്കുക, നിസ്സഹായിട്ട് കിടക്കുന്ന സമയത്ത് ആകെ ഒരു ഭാഷ അറിയാം. അത് ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും എല്ലാവർക്കും ഒരു ഭാഷ കരച്ചില് അല്ലേ? ഒറ്റ ഭാഷ എല്ലാവർക്കും അറിയാം. വിശക്കുന്നുണ്ടോ കാര്യ, ഉറക്കം വരുന്നുണ്ടോ കാര്യ, കൊതുക് അടിച്ചോ കാര്യ, പൈച്ചിനുണ്ടോ കാര്യ, എല്ലാവർക്കും കാര്യ. നമ്മക്ക് ആ ലാംഗ്വേജിന്റെ അർത്ഥം മനസ്സിലാവും. ആ കുട്ടിക്ക് വിശന്നിട്ടാണ് കഴിയുന്നത്, ആ കുട്ടിക്ക് ഉറക്കം വന്നിട്ടാണ് കഴിയുന്നത്, ആ കുട്ടിനെ കൊതുക് അടിച്ചിട്ടാണ് കഴിയുന്നത്, അതിന് തണുത്തിട്ടാണ് കഴിയുന്നത്, അതിന് കുട്ടിട്ടാണ് കഴിയുന്നതൊക്കെ ഉമ്മാക്കാൻ മനസ്സിലാവും. ഈ മനസ്സിലാക്കാനുള്ള കൈ ഉമ്മാക്കാൻ കൊടുക്കുന്നുണ്ട്. അന്ന് മുതൽക്ക് മനുഷ്യന്റെ ഓരോ സ്റ്റെപ്പായിട്ട് ഓരോ ഘട്ടങ്ങളിലും അവനെങ്ങനെ വളർത്തി 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 കൊണ്ടുവരിക. ഓരോ ആവശ്യമനുസരിച്ച് മനുഷ്യ സമൂഹത്തിന് നിങ്ങൾ ആലോചിച്ചാണ് ഇപ്പൊ കമ്പ്യൂട്ടർ യുഗമാണ്. എന്താ അതിനൊക്കെ കാരണം? പടച്ചോൻ തന്നെ ഇതുണ്ടാക്കുന്നത്. കാരണം മനുഷ്യന്റെ വളർച്ച എണ്ണം കുറെ കൂടിയപ്പോ പിന്നെ ആദ്യം ഇങ്ങനെ നടന്നൊക്കെ പോയാൽ മതിയായിരുന്നു. പിന്നെ അങ്ങനെ കൂടി വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണം. അപ്പൊ അതിന് വേണ്ട വാഹനം, പിന്നെ ഒന്നുകൂടി സ്പീഡ് വേണം, അതിന് വേണ്ട വാഹനം, പിന്നെ എങ്ങനെയൊന്നും പോയാൽ പല മാനത്ത് കൂടി പോകണം, അപ്പൊ വിമാനം. ഇതൊക്കെ മനുഷ്യന്റെ തരി കിട്ടുകൊടുക്കുന്നത് പടച്ചോൻ തന്നെയാണ്. മനുഷ്യൻ
മനുഷ്യന്റെ വളർച്ചക്കനുസരിച്ച് മനുഷ്യന്റെ ആവശ്യത്തിനനുസരിച്ച് മനുഷ്യൻ ഇങ്ങനെ വികാസവും വളർച്ചയും കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പൊ മൊബൈൽ തന്നിക്കണേ, നമ്മൾ ഇടങ്ങാറായി നോക്കുകയാണെങ്കിൽ അള്ളാഹു തല തന്നതിനെ മര്യാദ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്താ സ്ഥിതി? ഞാൻ നല്ലൊരു ഉസ്താദിന്റെ കൂടെ ഇങ്ങനെ പോകുമൊരു വൈക്ക്. അങ്ങനെ പോകുമ്പോ ഇവാൻ കൊടുക്കാൻ ഇവിടുത്തെ ഉസ്താദന്മാരൊന്നുമല്ല. അങ്ങനെ ബാങ്ക് കൊടുത്തപ്പോ മൂപ്പര് മൊബൈൽ അന്വേഷിച്ചു, ഹലോ ഞങ്ങൾ പള്ളിക്കൽ നിസ്കരിച്ചാൻ കയറിയിരിക്കുകയാണ് കാരണം. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളും പറഞ്ഞ പൊതുവെച്ചു എന്തേന്ന് ചോദിച്ചാൽ നമ്മൾ നിസ്കരിച്ചാൻ കയറിയിട്ടില്ലല്ലോ പറഞ്ഞാൽ നമ്മളിപ്പോൾ പോവല്ലേ ആണ്, നിങ്ങൾ പറഞ്ഞ് പോകാന്നല്ല നിസ്കരിച്ചാൻ കയറിയിരിക്കാൻ തന്നെ പറഞ്ഞത്. പിന്നെ അതിപ്പോ ഏതായാലും ഇപ്പോൾ എത്തുമെന്ന് ഉറപ്പല്ലേ, ഉറപ്പുള്ള സംഗതിയാവും അങ്ങനെയൊക്കെ പറഞ്ഞുവിടേച്ചു. എന്തുറപ്പ് നമ്മൾ കാറിലാണ് പോകുന്നത്. ഇന്നത്തെ വാഹനം ദുനിയാവിൽ കൂടി പോകാനും എളുപ്പമാണ്, ആഹ്റത്തിലേക്ക് എത്താനും എളുപ്പമാണ്. രണ്ടിനും പറ്റുന്ന വണ്ടിയിലാണ് പോകുന്നത്, എത്തുന്ന ഉറപ്പോ? അങ്ങനെ എന്താ കാട്ടെ അങ്ങനെയാണ് പറഞ്ഞു മൂപ്പര്. അപ്പൊ എന്താ മൂപ്പര് ഉസ്താദാണ്, നോണ പറയാൻ പാടില്ല, മൂപ്പര് കളിയും പഠിപ്പിക്കും, ക്ലാസ് എടുക്കും, പ്രസംഗിക്കും. പക്ഷെ ഈ സാധനം കീസിലുണ്ടായാൽ പറഞ്ഞു പോവുകയാണ്. എന്താ കാട്ടുക? അത് പറഞ്ഞു പോവുകയാണേ. ഇങ്ങനെ മനുഷ്യരെ കേൾക്കാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ ഇങ്ങനെ ശാസ്ത്രവും ടെക്നോളജി നമുക്ക് ഇങ്ങനെ തരാം. ബസ്സിലേക്ക് പോകുന്ന സമയത്ത് ഉണ്ടാവും തൊട്ടടുത്ത് കണ്ട് ഹലോ ഞാൻ 3 മണിക്കൂറേലും കഴിയും, ഞാൻ ഇപ്പോൾ കുളിച്ചാണ്, നമ്മളെ തൊട്ടടുത്ത് ബസ്സിൽ നിന്നാണ് ഇപ്പോൾ കുളിച്ചാണെന്നുണ്ടെങ്കിൽ നമ്മൾ മേലേക്ക് വെള്ളമാവും വിചാരിച്ച് മാറിയിരിക്കും, കുളിച്ചല്ലേ. എന്താ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനത്തെ ഓരോ ഉപകരണങ്ങൾ നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഉപകരണങ്ങളുടെ മുമ്പിലൊന്നും തന്നെ നമുക്ക് പതരാതെ ഉറച്ചു നിൽക്കാൻ സാധിക്കണമെങ്കിൽ നല്ല തഖ്വ വേണം, നല്ല ശക്തി വേണം മനസ്സിന്. അതാണ് തസവ്വുഫ് കൂടി ആർജിക്കാൻ സാധിക്കേണ്ടത്. തഖ്വ ജീവിതഗന്ധിയായിട്ടുള്ള തഖ്വ, ജീവിതഗന്ധി, ഈ ജീവിതത്തെ സ്പർശിക്കുന്നതായിരിക്കണം നമ്മളെ തഖ്വ. കേവലം തഖ്വ എന്നിങ്ങനെ പറഞ്ഞാൽ പോരാ. ഇന്ന ഔലിയാഉ ഹുമുൽ മുത്തഖൂൻ എന്നോ ഔലിയാക്കന്മാരെ പറ്റി അള്ളാഹു തആല പറഞ്ഞിട്ടുള്ള തഖ്വ എന്നുള്ള ഗുണം പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞു. ആ തഖ്വ ജീവിതത്തിലുള്ള സൂക്ഷ്മത കേട്ടോ. സമസ്തന്റെ ഉലമാക്കന്മാരെ പറ്റി ചരിത്രത്തിൽ ഓരോരുത്തരും ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും. ഞാൻ ഇപ്പം നാളെ ഇങ്ങനെ ആലോചിച്ചു, കണ്ണീത്ത് ഉസ്താദ്, ഒരു ഉദാഹരണം പറയാം. കണ്ണീത്ത് ഉസ്താദ് ഒരിക്കല് ചാവക്കാട് വാഴക്കാട് ദർശനത്തിന് കാലം. ആ വാഴക്കാട് ദർശനത്തിന് സമയത്ത് ഒരു ദിവസം മൂപ്പര് എവിടെ പൊട്ടു. ഇങ്ങനെ രാത്രിയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ബസ് ഇങ്ങനെ കാത്തിക്കുന്ന സമയത്ത് ഒരാൾ ഒന്നും കണ്ട് വിശന്നിട്ട് വയ്യ, വല്ലതും ഭക്ഷണം കഴിക്കാൻ പൈസ ഒന്നുമില്ല, വല്ലതും തരണമെന്നാണ്. അപ്പോൾ ഉസ്താദിനുള്ള പൈസ എടുത്താൽ കൊടുത്തു. പിന്നെ ആലോചിച്ച് നോക്കുമ്പോഴാണ് ബസ്സിന് പൈസ അല്ല. അതിൽ നടന്ന് വാഴക്കാട് എത്തിയിട്ട് നോക്കുമ്പോൾ സമയം 1 മണി കഴിക്കണേ. നോക്കുമ്പോൾ ചോറ് കൊണ്ടെന്ന് വെച്ചേക്കണം, അട്ടിപ്പാത്രത്തിൽ ചോറ് കൊണ്ടെന്ന് വെച്ചേക്കണം. മുതരീസല്ലേ ചോറ് കൊണ്ടെന്ന് വെച്ചേക്കണേ. പക്ഷെ ആ ചോറ് മൂപ്പര് കഴിക്കുന്നില്ല. മൂപ്പര് കൊണ്ടുവന്നാളോട് പറഞ്ഞു, ഒന്ന് ചോറ് വെച്ചാൽ എനിക്ക് അർഹതല്ല എന്ന് തീർച്ചയായിട്ടും ഇന്നത്തെ മുതരീസിനുള്ള ചോറാണ്. അവസാനം ഈ ചോറ് കണ്ട മോനെ ഇടങ്ങാറായി കണ്ടെന്നാൽ ഞാൻ ഒരു കാര്യം ചെയ്യാൻ കുറച്ച് മൂല്യമാറ്റുള്ള വിളിച്ചോണ്ടി തരങ്ങൾ ദിവസം നടത്തിയിട്ട് ഇട്ടാൽ മതിയായിരുന്നു. അങ്ങനെ കുട്ടികളെ വിളിച്ചോണ്ടിട്ടാണ് മുമ്പിൽ കൊണ്ടേ ഇരുത്തിയാണ്ട് മുമ്പിൽ ദിവസം നടത്തിയിട്ട് പിന്നെ എത്ര ഭക്ഷണം കഴിച്ചത് കണ്ടോ. തഖ്വ എന്ന് പറഞ്ഞാൽ ഇതാ ജീവിതത്തിലുള്ള തഖ്വ. അപ്പൊ നമ്മക്ക് വെച്ചാൽ അങ്ങനെ കൂടി വേണമെന്ന് തോന്നി നമുക്ക് വെച്ചാൽ. കാരണം നമ്മളെ വളർച്ച അത്രയുള്ളൂ. അതുകൊണ്ടാണ് കേട്ടി ഉസ്താദെ ഞാൻ പഠിപ്പിക്കണപ്പോൾ അമീർ ഫൈസ് ഉസ്താദൊക്കെ നമ്മളൊക്കെ ഉള്ള നജാത്തൊക്കെ സ്ഥാപിച്ച് കേട്ടി ഉസ്താദെ ഒരിക്കൽ നജാത്തിന് ഭയങ്കര പൈസക്ക് ബുദ്ധിമുട്ടുള്ള സമയത്ത് എന്നോട് ഉസ്താദ് പറഞ്ഞതാണ്. അങ്ങനെ ബോംബെക്ക് പിരിവിന് പോവുകയാണ്. നജാത്തിന് എല്ലാം പൈസക്ക് ബുദ്ധിമുട്ടുള്ള സമയമാണേ. അങ്ങനെ ബോംബെക്ക് പിരിവിന് പോവുക. അവിടെ ചെല്ലുമ്പോൾ ഈ പരിചയപ്പെടുത്തിയ ഉസ്താദ് ഒരു ദാദ കാസർഗോഡ് ഭാഗത്തൊക്കെ ഉള്ള ദാദമാരുണ്ടായിരുന്നു നമുക്ക് ബോംബെ എപ്പോഴും ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ദാദ നല്ല തടിച്ച് നല്ല കറുത്ത് വലിയൊരു ആചാനബാഹുവിൽ ദാദനെടുത്ത് കൊണ്ടില്ല. ആ മൂപ്പരിങ്ങനെ കാലൊക്കെ കയറ്റിങ്ങനെ ഇരിക്കേണ്ട അത്ര മേശമ്മർക്ക്. അപ്പൊ കൊണ്ടുപോയ ഉസ്താദിന് ബേജാറ്. ഉസ്താദം ചെല്ലുമ്പോഴേക്ക് ചെങ്ങായി കാലൊന്നും താത്തിരൂല ബേജാറ്. ഉസ്താദിനെ കണ്ടപ്പോൾ വേഗം മൂപ്പര് എണീറ്റ് എന്നിട്ട് മൊയ്യലിക്ക് എത്ര കായ് വേണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ കേട്ടി ഉസ്താദ് പറഞ്ഞു, അത് നിങ്ങളിപ്പോൾ എത്ര തരുന്നേച്ചാൽ തരി, നമുക്ക് എത്ര കിട്ടിയാലും അത്യാവശ്യം തന്നെയാണ് പറഞ്ഞു. ഈ ബോംബെ പട്ടണത്തിൽ ഞാൻ പൈസ ചോദിച്ചാൽ തരാത്ത ഒരൊറ്റ മുതലാളിയില്ല, എത്ര വിളിച്ചാൽ പറഞ്ഞോളിന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ കേട്ടി ഉസ്താദിന് ഇറങ്ങി ഇങ്ങനെ പോന്നു. അപ്പോൾ കൊണ്ടുപോയി ആക്കിയ ഉസ്താദ് എവിടെയെല്ലാം മുദ്രക്കാരൻ്റെ ആവശ്യത്തിന് പോയതേക്കാരെന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കുമ്പോൾ ഉസ്താദ് നേരെ പോവുക. അപ്പോൾ പിന്നാലെ ചെന്നിട്ട് എന്തിന് നിങ്ങൾ പോകുന്നത് ചോദിച്ചു. ബോംബെ പട്ടണത്തിൽ ഞാൻ പൈസ ചോദിച്ചാൽ തരാത്ത ഒരൊറ്റ മുതലാളിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഓനെ പേടിച്ചിട്ടാ തരുന്ന ആദ്യമാണ്. ഓനെ പേടിച്ച് തരുന്ന പൈസ നമ്മളെ കുട്ടിയേക്ക് തീറ്റാൻ പറ്റില്ല, എത്തിയ കുട്ടിയേക്ക്. അത് നിങ്ങൾ പൈസക്ക് അത്രയും ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ ഉള്ള നേതാവ് ചെയ്യണത്. അതാണ് സമസ്തന്റെ നേതാക്കന്മാർ പറഞ്ഞാൽ എത്ര നോക്കുകയാണെങ്കിൽ സർസൈദ് അഹമ്മദ് ഖാൻ അരികൾ വെച്ചിട്ടുണ്ടാക്കുന്ന സമയത്ത്, സർസൈദ് മോശമൊന്നുമില്ല, മൂപ്പര് അരികൾ വെച്ചിട്ടുണ്ടാക്കുന്ന സമയത്ത് ഒരിക്കൽ പൈസക്ക് വലിയ അത്യാവശ്യം. അപ്പോൾ ഇങ്ങനെ പിരിച്ചാൻ നടക്കുകയാണ്. പിരിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഒരു സിനിമാ മുതലാളി പറഞ്ഞു, നമ്മളൊക്കെ പൈസ കണ്ടു, പക്ഷെ പൈസക്ക് സിനിമക്കാരനല്ലേ ഞാൻ, അങ്ങനെ ഉണ്ടായ പൈസക്കാരൊക്കെ ഒന്ന് വെച്ചു പോയിട്ടു. അപ്പോൾ സൈതാക്കാൻ പറഞ്ഞു, നിങ്ങൾ ആ പൈസ തരി, നമുക്ക് യൂണിവേഴ്സിറ്റിക്ക് ഒരുപാട് കക്കൂസ് ഉണ്ടാക്കാണ്ട് അതിലെടുത്തോളാം.
യഥാർത്ഥത്തില് അതാണ് ഏറ്റവും വൃത്തി ശുദ്ധിയും വേണ്ടത് അല്ലേ? ബാക്കിയുള്ളതിനേക്കാളൊക്കെ വേണ്ടത് അതാ. അപ്പൊ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ ഉസ്താദിന്റെ സൂക്ഷ്മ സമസ്തന്റെ നേതാക്കന്മാർ ഓരോരുത്തരെ നമ്മളിങ്ങനെ എണ്ണിയാൽ അവരുടെ ജീവിത വിശുദ്ധി, അതാ ജീവിതത്തിൽ സ്വാധീനമുള്ള തഖ്വ എന്ന് പറഞ്ഞത്. നമ്മൾ നിസ്കരിച്ചാൽ പോരാ. ആചാര്യക്കങ്ങനെ കോഴിക്കോട്ടങ്ങാടി കൂടി ആചാര്യക്കങ്ങനെ പോയിട്ടുണ്ട്. എവിടെ ഞങ്ങൾ പോയെന്ന് ചോദിച്ചു. ഇത് കോരണ്ടായി പോകുന്നപ്പോൾ താമസിക്കുന്നു. അങ്ങനെ പോവേനെ. അങ്ങനെ പോയിട്ട് മുമ്പിലാരുടെ സ്പീഡിൽ നടക്കുക. പിന്നാലെ പോയി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം എന്റെ ഇപ്പോൾ കോഴിക്കോട്ടങ്ങാടിക്കുന്നതിന് വന്ധ്യം ചോദിച്ചു. ഞാനൊരു കേസിന് വന്നതാണ് പറഞ്ഞു. എന്താ കേസ്? അതിന്റെ അയൽക്കാരനോട് തന്നെയാണ്. എന്ത് കേസ്? അതൊരു ഭൂമി തർക്കാണ്. അയൽവാസിയുടെ മേല് അയൽവാസിക്കെതിരെ കേസ് കൊടുക്കാണ്ട് അയൽവാസിന്റെ ഭൂമി തട്ടിയെടുക്കാൻ വേണ്ടി കോഴിക്കോട്ടങ്ങാടിക്ക് വന്നിട്ട് മുമ്പിൽ കാമത്ത് ഇപ്പൊ കൊടുക്കുന്ന പറഞ്ഞ് പായ, കാമത്ത് കൊടുക്കുന്ന പായൊക്കെ വേണം. പക്ഷെ നിസ്കാരത്തിന് ജീവിതത്തിലുള്ള സ്വാധീനം അതൊന്നും ആലോചിച്ച് നോക്കിങ്ങള്. അങ്ങനെ ജീവിതത്തിൽ സ്വാധീനമുള്ള തരത്തിലുള്ള തഖ്വ, അതാണ് തസവ്വുഫിന്റെ അടിസ്ഥാനമായിട്ടുള്ളത്. തഖ്വൽ ഇലാഹി മദാറുൽ സാദത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മളിത് മനസ്സിലാക്കാൻ ശരിയായ നിലപാടെടുക്കാൻ മഹദൂമികളെടുത്ത് വേറെ എവിടേക്കും പോകേണ്ട ആവശ്യമില്ല കേട്ടോ. മഹദൂമികൾ എല്ലാ മണ്ഡലം 3 മേഖലയിലും മുസ്ലിം സമൂഹത്തിന് മുസ്ലിം സമൂഹത്തിന്റെ ആധ്യാത്മികത, അദ്കിയയെ കൂടി പഠിപ്പിച്ചിട്ടുള്ള ആധ്യാത്മികത. വേറെ കിതാബുകളുടെ ഉദാഹരണം വരെ നമുക്ക് പരിചയമുള്ളേ. അദ്കിയ എന്ന പദ്യഗ്രന്ഥത്തിൽ കൂടി ശൈഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ പഠിപ്പിച്ചിട്ടുള്ള ആധ്യാത്മികത, തുഹഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥത്തിൽ കൂടി ശൈഖ് സൈനുദ്ദീൻ പഠിപ്പിച്ചിട്ടുള്ള സമരവീര്യം, ഫത്ഹുൽ മുഈൻ എന്ന കിതാബിൽ കൂടി ശൈഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ, തുഹഫത്തുൽ മുജാഹിദീനും ഫത്ഹുൽ മുഈനും രണ്ടും സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനാ. ഇത് രണ്ടും ഈ 3 ഗ്രന്ഥങ്ങളും പ്രതിനിധാനം ചെയ്യുന്ന ജീവിതമാണ് കേരള മുസ്ലിങ്ങൾ, ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ജീവിതം. ആധ്യാത്മിക മണ്ഡലത്തിൽ എത്ര ഉയർന്നെങ്കിലും ഉയർന്ന് മനുഷ്യന് 2 തരത്തിലുള്ള വളർച്ചയുള്ള, ഒന്ന് തിരശ്ചീനമായിട്ടുള്ള വളർച്ച, മറ്റേ ലംബമായിട്ടുള്ള വളർച്ച. ഒന്ന് വെർട്ടിക്കലായിട്ടുള്ള വളർച്ച അല്ലേ, ഹൊറിസോണ്ടലായിട്ട് 2 തരം വളർച്ച മനുഷ്യന് പറയാം. ഒന്ന് ലംബമായിട്ടുള്ള വളർച്ച, ഒന്ന് തിരശ്ചീനമായിട്ടുള്ള വളർച്ച. അള്ളാഹുവിലേക്കുള്ള ഉയർച്ചയും ഉത്ഗതിയുമാണ് പിന്നെ ലംബമായിട്ടുള്ള വളർച്ച. മറ്റേ തിരശ്ചീനം എന്ന് പറഞ്ഞിട്ട് ശരിക്ക് നമ്മുടെ സമൂഹത്തിൽ കൂടിയുള്ള വികാസം. ഈ 2 തരത്തിലുള്ള വളർച്ചക്കും ആവശ്യമായിട്ടുള്ള അടിസ്ഥാനമാണ് ഒന്ന് ഫത്ഹുൽ മുഈനിൽ കൂടി പിന്നെ അദ്കിയയിൽ കൂടി പഠിപ്പിച്ചിട്ടുള്ള തസവ്വുഫ്, 2 പിന്നെ ഈ തുഹഫത്തുൽ മുജാഹിദീനിൽ കൂടി പഠിപ്പിച്ചിട്ടുള്ള സമരവീര്യം, അതുപോലെ തന്നെ നിലപാട്. ഒരു കേരളീയനായ ഇന്ത്യക്കാരനായ ഒരു മുസ്ലിം താൻ ജീവിക്കുന്ന രാജ്യത്ത് എന്ത് നിലപാടെടുക്കണം, അത് ഏത് ഭരണാധികാരികളാണെങ്കിലും എത്തരത്തിലുള്ള നിലപാടെടുക്കണം, രാജ്യത്തിനു വേണ്ടി എന്ത് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു മുസ്ലിമിനും മുസ്ലിം സമൂഹത്തിനും പിന്തുടരാൻ പറ്റുന്ന തരത്തിലുള്ള നിലപാടാണ് ശരിക്കും തുഹഫത്തുൽ മുജാഹിദീൻ എന്ന് പറഞ്ഞാൽ. അത് സമരഘട്ടത്തിലാവട്ടെ സമാധാനഘട്ടത്തിലാവട്ടെ എങ്ങനെ സ്വീകരിക്കണം എന്നുള്ള നിലപാടിന്റെ അടിസ്ഥാന രേഖ നമുക്ക് തുഹഫത്തുൽ മുജാഹിദീനിൽ കാണാൻ സാധിക്കും. ആധ്യാത്മികമായിട്ടുള്ള വളർച്ചകളുടെ രേഖ അദ്കിയയിൽ കൂടി നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ നിത്യജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള ഫിഖ്ഹ്, കർമ്മശാസ്ത്രം, അവന്റെ നിത്യജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള ഇടപാടാവട്ടെ, ഇബാദത്താവട്ടെ, മുആമലാത്താവട്ടെ, എല്ലാറ്റിനും ആവശ്യമായിട്ടുള്ള മുഴുവൻ മസലകളും ക്രോഡീകരിച്ചിട്ടുള്ള. കേരളത്തിൽ പിന്നൊരു ഫിഖ്ഹ് അറബി ഭാഷയിൽ ആരും എഴുതുന്നില്ല. അതിന് കാരണം എന്താ? പ്രധാനമായിട്ടുള്ള കാരണം പിന്നത്തെ ആരെങ്കിലും ചെറിയ എഴുതിട്ടാവും. ഫത്ഹുൽ മുഈനെ വെല്ലാൻ പറ്റുന്ന ഈ ഫത്ഹുൽ മുഈനിലോട്ട് ഇനി വേറെ വേണ്ടാന്നുള്ളതുകൊണ്ടാണ് അത്തരം സമഗ്രമായിട്ടുള്ള ഫിഖ്ഹ് ഗ്രന്ഥം. ഫത്ഹുൽ മുഈനി കിതാബുൻ ശഅനുഹു അജബു അവാമിനൽ ഫിഖ്ഹി മാ ലം യഹ്ദിഹി കുതുബു അല്ലേ പറഞ്ഞത്. അത്ര സമഗ്രമായിട്ടുള്ള ഫിഖ്ഹ് ഗ്രന്ഥം. ഇത്തരത്തിലുള്ള നിലപാടുകൾ നമുക്കെടുത്ത് തന്ന സ്ഥിതിക്ക് ഇനി അപ്പുറത്തും ഇപ്പുറത്തും ചില യമനിൽക്കും അഫ്ഗാനിസ്ഥാനിക്കും ഒക്കെ ആധ്യാത്മികതയും തേടി പോകണമെന്ന് അന്തക്കേടുകൾ ആലോചിച്ചു കാണി. അപ്പൊ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ വേണ്ടതൊക്കെ ഇവിടെ ഉണ്ട്. അതിന് നേതൃത്വം നൽകാൻ പറ്റുന്ന പണ്ഡിതന്മാരെ, അത് സ്രോതസ്സിൽ നിന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അതിന്റെ യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് നമ്മുടെ കർമ്മശാസ്ത്രത്തിന്റെ മദ്ഹബിന്റെ അടിസ്ഥാനത്തിൽ ജിഹാദിനെ പറ്റി മറ്റെല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും കർമ്മശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഫിഖ്ഹിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുക. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനാണ് തഫ്സീറുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുക. ഈ മനസ്സിലാക്കലുകളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് അവനാൻ ഇഷ്ടം പോലെ ഖുർആൻ വ്യാഖ്യാനിക്കാൻ തുടങ്ങുകയും അവനാൻ ഇഷ്ടം പോലെ ഫിഖ്ഹ് കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ അബദ്ധം പറ്റാൻ തുടങ്ങി. അപ്പൊ പിന്നെ തീവ്രവാദത്തിലേക്ക് പോകാൻ തുടങ്ങി, ഭീകരവാദത്തിലേക്ക് പോകാൻ തുടങ്ങി, യമനിലേക്ക് പോകാൻ തുടങ്ങി, പലയിടത്തേക്കും പോകാൻ തുടങ്ങി. നമ്മുടെ നാടിന്റെ അന്തസ്സും ഇവിടുത്തെ ആൾക്കാരുടെ ഗുണവും മനസ്സിലാക്കിയിട്ട് അവിടുത്തെ ഇങ്ങോട്ട് പോന്നപ്പോ യമനിൽ നിന്ന് മമ്പർ തങ്ങന്മാരൊക്കെ ഇങ്ങോട്ട് പോന്നപ്പോ, അതുപോലെ തന്നെ ഈ ശംസുൽ ഉലമയുടെ കുടുംബമൊക്കെ ഇങ്ങോട്ട് പോന്നപ്പോ, പാണക്കാട് തങ്ങന്മാരുടെ കുടുംബമൊക്കെ ഇങ്ങോട്ട് പോന്നപ്പോ, പണ്ഡിതന്മാരുടെ തങ്ങന്മാരൊക്കെ കുടുംബം കേരളം നല്ലതാണ്, നമുക്ക് സുഖമായിട്ട് ജീവിക്കാനും ഇസ്ലാം പ്രബോധനം ചെയ്യാനൊക്കെ പറ്റുന്ന നാടാന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമല്ല നിങ്ങൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുരിപ്പിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം പ്രബോധനം ചെയ്ത സമയത്ത് മക്കയിലെ മുശ്രിക്കീങ്ങൾ എന്താ ചെയ്തത്? റസൂലിനെ തിരസ്കരിച്ചു.
റസൂലിന്റെ ദഅവത്തിനെ തിരസ്കരിച്ചു, റസൂലിനെ വർജിച്ചു എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാട്ടിൽ നിൽക്കാനയക്കാതെ പുറത്താക്കി പോകാൻ പറഞ്ഞു, പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത്. അതേസമയത്ത് കേരളത്തിലേക്ക് മാലിക് ദീനാറും കൂട്ടരൊക്കെ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ നമ്മുടെ നാട്ടിൽ എന്താ ചെയ്തത്? കൈ കാണിച്ചാണ് സ്വീകരിച്ചു. മക്കാരോ മുന്തിയത് കേരളക്കാരോ മുന്തിയത് ചിന്തിച്ചു നിങ്ങളോ? ഞാൻ മക്കയുടെ പവിത്രതയെ നിഷേധിക്കല, അത് വേറുണ്ട്, കാബയെ പാടുകയാണല്ലോ. അതല്ല, മക്കാർ ചെയ്ത പണി എന്താണ്? അബൂജാലും കൂട്ടക്കാരൊക്കെ ചെയ്ത് റസൂൽ ഇസ്ലാമിന് പോകാൻ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ റസൂലിനെ സ്വീകരിച്ചാന്ന് മാത്രമല്ല നാട്ടിൽ നിന്ന് പറഞ്ഞേക്കാനുള്ള അവസ്ഥയുണ്ടാക്കി. നമ്മുടെ നാട്ടിലേക്ക് വന്നപ്പോൾ കൈ കാട്ടിട്ട് സ്വീകരിക്കലേ ചെയ്യണതേ, വേണ്ടത് ചെയ്തു കൊടുക്കലേ ചെയ്യണതേ. നമ്മുടെ നാടിന്റെ ഗുണങ്ങൾ ആലോചിച്ചുകൊണ്ട് ഇത്ര നല്ലൊരു നാട് ഈ കേരളം ഉണ്ടായിട്ട് പിന്നെ ഇവിടുന്ന് അങ്ങനെ പോയി ഞാൻ ദീർഘിപ്പിക്കണില്ല. വിഷയം ഒരുപാട് ദീർഘിച്ച് പറയാനുണ്ടെങ്കിൽ അമീർ ഫൈസിയുടെ പ്രസംഗം നടക്കണം എന്നുള്ളതുകൊണ്ട് ഇത്രയൊക്കെ ഇപ്പോൾ പറയാൻ അവസരമുള്ളൂ എന്നുള്ളതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹുർ ദഅവാന അൽഹംദുലില്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലി മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.